സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സർവേ സ്മൃതിപുരാണാനാം ആലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം പ്രഭാഷകരോ ഈശ്വരോ ഗുരുരാത്മീയേ മൂർത്തിദേഹായ ദക്ഷിണാമൂർത്തയേ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബലധാരണ രണ്ടാധ്യായം. സയുധോർണനാഭിസ്തന്തുനോച്ചരേ യഥാഗ്നേ ക്ഷുദ്രാ വിസ്ഫുലിംഗ വിചരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാ സർവേ ലോകാ സർവേ ദേവാ സർവാണി ഭൂതാനി വിചരന്തി. തസ്യോപനിഷത് സത്യസ്യ സത്യമിതി. പ്രാണാ വൈ സത്യം തേഷാമേഷ സത്യം. തസ്മാദുപക്രമ ഉപസംഹാരാഭ്യാം അയം അർത്ഥോ നിശ്ചയതേ പരമാത്മേകത്വ പ്രത്യയദ്രഢിമ്മിനെ ഉത്പത്തി സ്ഥിതി പ്രളയ ലയ പ്രതിപാദകാനി വാക്യാനീതി. അന്യഥാ വാക്യഭേദപ്രസംഗാശ്ച. ഇവിടെ ആ സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്ഷുദ്ര വിസ്ഫുലിംഗ മമൈവാംശ. സാധാരണ അങ്ങനെ ഒരു ബോധം താൻ ആ പരമാത്മാവിന്റെ ഒരംശമാണ്. ഒരാസ്തികനുണ്ടാകാം. സർവജ്ഞൻ സർവശക്തനായിരിക്കുന്ന പരമാത്മാവ് താനാകത്തില്ലല്ലോ. എന്നാൽ അതിൻ്റെ ഒരംശമാണ്. അതിനെ സാധൂകരിക്കുന്ന വാക്യങ്ങളുണ്ട്. ക്ഷുദ്ര വിസ്ഫുലിംഗ. ഇനി ഇത് സ്വീകരിക്കാൻ കഴിയത്തില്ല. സ്വീകരിച്ചു കഴിഞ്ഞാൽ വാക്യഭേദദോഷം വരും. അതിന് പരിഹാരമാണ് പറഞ്ഞത്. ഇവിടെ അതിൽ നിന്നും ആ വാക്യങ്ങളിൽ നിന്നും തത്വത്തെ ബോധിക്കും. തത്വബോധനത്തിന് വേണ്ടിയാണ് ഈ വാക്യങ്ങളെല്ലാം. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ നമ്മളെ പഠിപ്പിക്കാനോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാനോ ഒന്നുമല്ല. ഇതിന്റെ താല്പര്യം
ആ ശ്രോതാവിന് തന്റെ തത്വം എന്താണ്, തന്റെ പരമാർത്ഥം എന്താണ്, അത് മനസ്സിലാക്കണം. അതെന്താണ്? സൈന്ധവ ഘനവ് പ്രജ്ഞപ്തി ഏകരസ നൈരന്തര്യ അവധാരണ ഏകദൈവ അനുദ്രഷ്ടവ്യം. ഇതിച്ച ശ്രുതി പ്രത്യേകം പറയുന്നു, ഏകദൈവ അനുദ്രഷ്ടവ്യം. ഇങ്ങനെ പലതായിട്ടല്ല. ഈശ്വരന്റെ അംശങ്ങളാണ് ജീവന്മാർ. അതുകൊണ്ട് ഇവിടെ ഭേദമുണ്ട്. അങ്ങനെയല്ല. ഏകഥ ഏവ, ഏകരൂപത്തിൽ, ഏകപ്രകാരത്തിൽ, ഏകമായിരുന്നു ഏകപ്രകാരത്തിൽ അഭേദമായി ആണ് ഇതിനെ കാണേണ്ടത്. കാണേണ്ടതെന്ന് പറയുമ്പോൾ മുഖ്യമായി വരുന്ന ഒന്ന്, ഇതെങ്ങനെ കാണും? ഏകഥ. പലത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഏകഥ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ മുമ്പിൽ പുസ്തകവും മേശയും വാച്ചും എല്ലാം ഇരിപ്പുണ്ട്. ഏകരൂപത്തിൽ എങ്ങനെ കാണാൻ പറ്റും? കാഴ്ചയുള്ളിടത്തോളം നാനാരൂപത്തിലേ കാണാൻ പറ്റും. അവിടെ പറയുന്നത് ഏകരൂപത്തിൽ ശ്രുതിവാക്യത്തിൽ നിന്ന് ആ തത്വത്തെ മനസ്സിലാക്കണം. താൻ ഗ്രഹിക്കേണ്ട തത്വം എവിടെ നിന്ന്? ശ്രുതിയിൽ നിന്ന്. അതാണ് ഇവിടെ മുഖ്യം. തനിക്കെന്ത് അറിവുണ്ടെന്നുള്ളത് രണ്ടാമതേ വരുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് താനെന്ത് ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കണം. ശ്രുതിയിൽ നിന്ന് ഗ്രഹിക്കുന്നതാണ് പ്രഥമമായി വേണ്ടത്. ആ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അറിവ് ആർക്കുണ്ടാവുന്നു? ശ്രോതാവിനുണ്ടാവുന്നു. അതുകൊണ്ട് പറയുന്നു ഞാനങ്ങനെ അറിയുന്നു എന്ന്. ശ്രോതാവിന്റെ അന്ധകരണത്തിൽ ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ അറിവുണ്ടാകണമെങ്കിൽ അത് ശ്രുതി തനിയെ ഉണ്ടാക്കും. അറിവ് തനിയെ ഉണ്ടാകുന്നില്ലല്ലോ. ഒരാൾ ശ്രുതി വാക്യങ്ങളെ ശ്രവണം ചെയ്യുന്നു, അർത്ഥത്തെ, അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നുള്ള സാമർഥ്യം അവനുണ്ട്. അപ്പം അവന്റെ ഉള്ളിൽ അറിവുണ്ടാകുന്നു. ഏകഥ. ഈ പലതരത്തിലുള്ള വാക്യങ്ങൾ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അവിടെ ശ്രുതി തന്നെ പറയുന്നു ഏകഥ ഏവ അനുദ്രഷ്ടവ്യം. അങ്ങനെ പാടുള്ളൂ. പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം അഭേദമായി ഗ്രഹിക്കണം. അങ്ങനെ ഗ്രഹിക്കുന്നവൻ വ്യവഹാരത്തിലാണ് അവൻ ജീവിക്കുന്നത്, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭേദത്തിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ അനുഭവിക്കുന്ന ഭേദത്തെയാണ്. ഒന്ന് ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭേദം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ ഒരുവനുണ്ടാകുന്നത് ഭേദജ്ഞാനം. ശ്രുതി ബോധിപ്പിക്കുന്നത്, ശ്രുതിയിൽ നിന്ന് അവൻ ഗ്രഹിക്കുന്ന അഭേദജ്ഞാനം. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തോടുകൂടി വരുന്ന ഈ ഭേദജ്ഞാനം, ഇതിന് പറയും അവിദ്യ എന്ന് പറയും. നമ്മളുടെ ഭാഷ്യകാലം പറഞ്ഞിട്ടുണ്ട്. അവിദ്യ എന്ന് പറയുന്നത് ഈ ഭേദപ്രതീതി, അജ്ഞാനം എന്നുള്ള അർത്ഥത്തിനും പറയും. ഇവിടെ ഭേദപ്രതീതിയാണ്. ആ ഭേദപ്രതീതിയാകുന്ന ആ അവിദ്യയെ നിഷേധിക്കുന്നതാണ്, നിരാകരിക്കുന്നതാണ് ശ്രുതി പറയുന്ന അഭേദബോധം. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ ഭേദത്തെ ഗ്രഹിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയിൽ നിന്നവന് ഉണ്ടായ, ഉപദേശത്തിൽ നിന്നുണ്ടായ ആ അഭേദബുദ്ധി അതിനെ നിഷേധിക്കും, തിരസ്കരിക്കും. അതല്ല, ഈ
ഭേദ ബുദ്ധി അതുപോലെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധികളും, ദ്വൈതബുദ്ധികളെല്ലാം, അത് ഏതെല്ലാം തരത്തിലായാലും ശരി, ആത്മനിഷ്ഠമായി തന്നിൽ ഉണ്ടാകുന്ന ദ്വൈതബുദ്ധികൾ, സുഖി ദുഃഖി, കർത്താവ് ഭോക്താവ് എന്നെല്ലാം പറയുന്ന അതെല്ലാം ദ്വൈതാത്മകമാണ്. ബാഹ്യമായി കാണുന്നു പ്രപഞ്ചത്തിൽ കാണുന്ന ഈ ദ്വൈതബോധം, അതിനെല്ലാം ആ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ബോധം നിഷേധിക്കുന്നു. എങ്ങനെ നിഷേധിക്കുന്നു? കാരണം ഇത് രണ്ടും ഒരിടത്ത് സംഭവിക്കത്തില്ല. ഭേദബുദ്ധിയും അഭേദബുദ്ധിയും ഒരിടത്തിരിക്കത്തില്ല. അപ്പോ ഇതുവരെ വാക്യശ്രവണം ഉണ്ടാകുന്നതുവരെ അവനുണ്ടായിരുന്നത് ഒന്ന് മാത്രം, ഭേദബുദ്ധി മാത്രം. അഹം എന്നുള്ള അനുഭവത്തിൽ തൊട്ട് വരുന്ന ഭേദബുദ്ധികൾ മാത്രം. ഇവന് ഉപനിഷത്തിൽ നിന്നാണ് ഈ അഭേദബുദ്ധി ഉണ്ടായത്. ഈ ഭേദബുദ്ധി അഭേദബുദ്ധിയെ നശിപ്പിക്കാം. ആ അഭേദബോധം ദുർബലമാണെങ്കിൽ അവിടെ പ്രബലമായിരിക്കുന്നത് ഈ ഭേദബുദ്ധിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തത്വം ശ്രവിക്കുന്നു, പക്ഷെ അത് ഫലവത്തായി അനുഭവപ്പെടുന്നില്ല. ആ ബോധം പറയുന്നു അത് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു. അവിടെ സഹജമായുള്ള ഭേദബുദ്ധി പ്രബലമായിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ചർച്ച ചെയ്യുന്നത് ആ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ഭേദബുദ്ധിയെക്കുറിച്ച് മാത്രമല്ല, ആ ഭേദബുദ്ധിയുടെ ദാർഢ്യത്തെക്കുറിച്ച്. ശ്രുതി പ്രബലമായ പ്രമാണമാണ്. ആ പരമാർത്ഥത്തെ, സത്യത്തെ അറിഞ്ഞ ഒരാളുടെ വാക്കാണത്. അതിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തിന് ഇന്ദ്രിയാനുഭവത്തെക്കാൾ ശക്തിയുണ്ട്. പ്രമാണം പ്രബലമായതുകൊണ്ടാണ് ശക്തി കൂടുന്നു. സാറിന് പറയും, ഇതാരും പറഞ്ഞു കേട്ടതല്ല, മറിച്ച് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടുള്ള അറിവ്, ശ്രവണേന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്, അതിനേക്കാൾ ബലമുണ്ടായിരിക്കും നമ്മളത് കാണുമ്പോൾ ചക്ഷുരേന്ദ്രിയം കൊണ്ടുണ്ടാകുന്ന അറിവ്. ഇത് രണ്ടും പ്രമാണങ്ങളാണ്, അറിവിനുണ്ടാക്കി തരുന്നവയാണ്. ശ്രവണേന്ദ്രിയവും ചക്ഷുരേന്ദ്രിയവും. ഇപ്പോൾ ഹിമാലയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അറിവിനെക്കാളും നമ്മൾ പ്രബലമായി സ്വീകരിക്കുന്നത് കണ്ടറിഞ്ഞ അറിവാണ്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്? ശ്രവണേന്ദ്രിയജന്യമായ അറിവിനേക്കാൾ പ്രാബല്യം ആ പ്രമാണങ്ങളിൽ വരുന്ന വ്യത്യാസം. ഒന്ന് ശ്രവണേന്ദ്രിയം, മറ്റൊന്ന് ചക്ഷുരേന്ദ്രിയം. അതെന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വരുന്നത്? അവിടെ ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദ വസ്തുവിനെ, വിഷയത്തെ, ഹിമാലയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വസ്തു സമീപത്തിലല്ല, വസ്തു ദൂരെയാണ്. എന്നാലും ശബ്ദത്തിനെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കാൻ കഴിയും കണ്ട ഒരാൾ പറയുമ്പോൾ. പക്ഷെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ കാണുമ്പോൾ എന്താണോ അത് വസ്തു സമീപത്തിലാണ്, കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നു. അപ്പോൾ വിഷയത്തിന്റെ സാമീപ്യം കൊണ്ട് ചക്ഷുരേന്ദ്രിയജന്യമായ ജ്ഞാനത്തിനെ നമ്മൾ പ്രബലം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അത് പ്രത്യക്ഷം എന്ന് പറയും. മറ്റു പ്രത്യക്ഷമല്ല, പറയും അത് പരോക്ഷമാണെന്ന് പറയും. കേട്ടതേ ഉള്ളൂ. രണ്ടിടത്തും അറിവൊന്നു തന്നെ.
അറിവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. രണ്ടിടത്തും ഹിമാലയത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ. പക്ഷെ ശ്രവണേന്ദ്രിയജന്യമായ ആ അറിവിന്റെ വിഷയമായ ഹിമാലയം അകലെയായിപ്പോയി. ചക്ഷുരേന്ദ്രിയജന്യമാകുമ്പോൾ അവിടെ വിഷയം അടുത്തായി, കണ്ട് നേരിട്ട് കാണും. അതുകൊണ്ട് പറയുന്നത് ഇതെനിക്ക് അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ശരിയായിട്ടുള്ള അറിവ് എന്ന് പറയുന്നു. ഇവിടെ ബലം ചക്ഷുരേന്ദ്രിയത്തിനാണ്, ശ്രവണേന്ദ്രിയത്തിന് ബലം കുറഞ്ഞുപോയി. അതിന് കാരണം എന്താണ്? വിഷയസാമീപ്യം. ഇനി ഒരാൾ ഹിമാലയത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരാളോട് പറയുന്നു, ഇതാ അയാൾ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതാണ് ഹിമാലയം എന്ന് പറയുന്നു. അപ്പൊ അവിടെ ചക്ഷുരേന്ദ്രിയത്തെക്കാൾ പ്രാമാണ്യം വാക്കിനാണ്. കാരണം ചക്ഷുരേന്ദ്രിയത്തിലൂടെ അയാൾ കാണുന്നു ഹിമാലയത്തെ, പക്ഷെ അയാൾക്കത് ഹിമാലയമാണെന്നറിയില്ല. ഇതൊരു മല എന്നേ അറിയാം. ഋഷികേശത്ത് ഹരിദ്വാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നവർ ചോദിക്കും, ഇതാണോ ഹിമാലയം? ഹിമാലയത്തെ നേരിട്ട് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നുണ്ട് മനസ്സിലൊരു ധാരണയുണ്ടെന്നാണ്, ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതിനെക്കാളും വലുതായിരിക്കണം, ഇതിനെക്കാളും പൊക്കം ഉണ്ടായിരിക്കണം, അത് മേലോട്ട് നോക്കിയാൽ കാണാൻ കഴിയാത്തതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണകൾ അയാളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഹിമാലയത്തെ പ്രത്യക്ഷമായി കണ്ടിട്ടും അയാളുടെ മനസ്സിൽ സംശയം വരുന്നു, ഇതാണോ ഹിമാലയം, കേട്ടിട്ടുള്ള ഹിമാലയം? അപ്പോൾ പറയുന്നു, ഇതാണ് ഹിമാലയം എന്ന്. അക്കാര്യത്തിൽ സംശയമില്ലാത്ത ഒരാൾ, ഹിമാലയം എന്ന് പറയുന്ന തത്വത്തെക്കുറിച്ച് യാതൊരു സംശയമില്ലാത്ത ഒരാൾ ബോധിപ്പിക്കുന്നു. അപ്പോൾ അയാൾക്ക് ബോധ്യം വരുന്നു. അവിടെ ഏതിനാ പ്രാബല്യം വന്നത്? ചക്ഷുരേന്ദ്രിയത്തിനല്ല, മറിച്ച് വാക്യത്തിനാണ്. എന്തുകൊണ്ടാ പ്രാബല്യം വന്നു? ഒന്ന്, ഹിമാലയത്തെ അയാൾ നേരിട്ട് കണ്ടിട്ടും അയാളുടെ മനസ്സിൽ സംശയം വന്നു. പക്ഷെ ഈ പറയുന്ന ആള് ഹിമാലയത്തെ നേരത്തെ തന്നെ കണ്ട് ബോധ്യം വന്ന ആളാണ് എന്ന് ഈ കേൾവിക്കാരന് വിശ്വാസമുള്ളതുകൊണ്ട് അവന് കുറെ ആസ്തികനാണ്. അവന് ഇത്രയും യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഒരു മല കണ്ട്, അപ്പോൾ ഇത് മുമ്പ് കണ്ട ആളിനോടാ ചോദിക്കുന്നു, ഇത് തന്നെയാണ് ഹിമാലയം, ഉറപ്പിക്കുന്നു. അവിടെ വിഷയസാമീപ്യം പഴയതുപോലെ അല്ല, വിഷയം മുമ്പിൽ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ ദൃഢമായ ബോധത്തിന് എന്തിന്റെ ആവശ്യം വന്നു? വാക്യത്തിന്റെ സഹായം വേണ്ടി വന്നു. അതുപോലെയാണ് ശ്രുതിക്ക് പ്രത്യക്ഷത്തെക്കാൾ പ്രാമാണ്യം കൂടുതലെന്ന് പറയുന്നത്. അവിടെ ചക്ഷുരേന്ദ്രിയത്തെക്കാൾ പ്രാമാണ്യം കൽപ്പിച്ചത് വാക്യത്തിനാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞയാൾ സത്യം പറയുന്ന ആളാണ്, മറ്റൊന്ന് വിഷയം മുമ്പിലുള്ളത് തന്നെ. അതുപോലെ ഇവിടെയും ശ്രുതി ബോധിപ്പിക്കുന്നത് അപരോക്ഷമായ വസ്തുവിനെ തന്നെ ബോധിപ്പിക്കുന്നു. ഹിമാലയം എങ്ങനെയാണോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്, അതുപോലെ തന്റെ തന്നെ സ്വരൂപമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് പ്രത്യക്ഷമാണ്. എങ്ങനെയാണോ കണ്ണുകൊണ്ട് ഹിമാലയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇത് സദാ പ്രത്യക്ഷമാണ്. കാരണം ഇതിന്റെ സ്വരൂപം തന്നെ അപരോക്ഷമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നിട്ടും അതിന് സംശയം, ഇതാണോ ഹിമാലയം, എന്താണ് ആത്മാവ്? ഇവിടെ പ്രത്യക്ഷത്തെക്കാൾ പ്രാബല്യം ഏതിനു വന്നു? ശ്രുതിക്ക് വന്നു, വാക്യത്തിന് വന്നു. അപ്പോൾ പ്രത്യക്ഷത്തെക്കാൾ പ്രബലമാണ് ശ്രുതിവാക്യം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ശ്രുതിക്ക് അങ്ങനെ പ്രാമാണ്യം വരുന്നത്? കാരണം ആ വാക്യം ഇത് ആണ് തന്റെ സ്വരൂപം
എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ വാക്യമാണ്. നിന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്, തന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ ശ്രോതാവിനെ ബോധിപ്പിക്കുന്നു നിന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. അത് പ്രത്യക്ഷാദി മറ്റു പ്രമാണങ്ങളെക്കാളും ആ ശബ്ദത്തിന് പ്രാമാണ്യമുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന അറിവ് യഥാർത്ഥമായ അറിവാണ്. എന്തുകൊണ്ട്? ഇത് ഹിമാലയമാണെന്ന് പറഞ്ഞപ്പോൾ അതുവരെ അയാളുടെ മനസ്സിൽ സംശയങ്ങൾ മറ്റുണ്ടായിരുന്നെങ്കിലും ആ വാക്യം അയാൾക്ക് താൻ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് തന്നെ സംശയരഹിതമായ നിശ്ചയ ബോധത്തെ ഉണ്ടാക്കിക്കൊടുത്തു. അത് തന്നെയാണ് ഇവിടെ ആത്മതത്വത്തിൽ സംഭവിക്കുന്നത്. ശ്രുതി പറയുന്ന ഏകഥ ഏവാനുദഷ്ടവ്യം ഇവിടെ പലതരത്തിൽ പറയുന്നുണ്ട്. മമൈവാംശോ ജീവനോപി ഇങ്ങനെ പറഞ്ഞു, ക്ഷുദ്രാവിസ്ഫുലിംഗ ഇങ്ങനെ പലതരത്തിൽ പറയുന്നുണ്ടെങ്കിലും പറഞ്ഞു ഈ സ്വരൂപമാണിത്. ഈ പറയുന്ന നിന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. ഗുരുവിന്റെ സ്വരൂപം ഒരിക്കലും പലതാകാൻ വഴിയില്ല. ഞാൻ എന്നുള്ളത് ഒരിക്കലും നീയായി മാറാറില്ല. അതിന്റെ അനുഭവം ഏത് കാലം പോലെ അനുഭവമുണ്ടോ അത് ഏകരൂപത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തന്നെക്കുറിച്ച് ആരും അഹം എന്നുള്ളതിന് പോലെ തും എന്ന് പറയാറില്ല. അതുകൊണ്ട് അതിനെ ഏകരൂപത്തിൽ തന്നെ ഗ്രഹിക്കണം. അത് ഏകമാണ്. ഏകദേവ അനുദ്രഷ്ടവ്യം. അവിടെ എന്ത് ചെയ്തു? ശ്രുതിയിൽ നിന്ന് ആ ബോധിപ്പിക്കുന്ന വിഷയം തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നത്, തന്റെ സ്വരൂപമായിരിക്കുന്നത് ഹിമാലയത്തെക്കാൾ അടുപ്പമുള്ളതാണ്. ഹിമാലയത്താണെങ്കിൽ പുറമെന്ന് പറയേണ്ടി വരും. ഇതിനെയാണെന്നോ അകമെന്നോ പുറമെന്നോ പറയാൻ വയ്യാത്ത രീതിയിൽ സർവവ്യാപിയായിരിക്കുന്ന തത്വമാണ്. അങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ അതിനെ ഏകമായി തന്നെ ഗ്രഹിക്കണം എന്ന് പറയും. അപ്പോൾ ശ്രോതാവിന്റെ ഉള്ളിൽ സ്വസ്വരൂപത്തെക്കുറിച്ച് ഏകഥ ഏവ അനുദ്രഷ്ടവ്യം ഏകമായി ഗ്രഹിക്കേണ്ടതാണ്. തന്റെ തത്വം ഏകമാണ്, അഭേദമാണ് എന്നുള്ള ബോധമുണ്ടാകും. ഇതെന്തായി പ്രബലമായി വാക്യത്തിൽ നിന്നുള്ള ജ്ഞാനമായതുകൊണ്ട് ഹിമാലയത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഇത് പ്രബലമായി. ഇത് പ്രബലമായി കഴിഞ്ഞാൽ പിന്നെ ദ്വൈതബോധത്തിന് മുമ്പ് പറഞ്ഞു അതിന് പിന്നെ നിലയില്ല. ദ്വൈതബോധത്തിന് നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ പ്രാബല്യം നഷ്ടപ്പെട്ടു. പക്ഷെ ഈ ബോധം ഉണ്ടാകുന്നത് വരെ ആ ദ്വൈതബോധത്തിനാണ് പ്രാബല്യം. അതിനെ നിഷേധിക്കുന്നു. എങ്ങനെ? താത്വികമായി നിഷേധിക്കുന്നു. ദ്വൈതപ്രതീതിയെ നിഷേധിക്കുകയല്ല. ഈ ദ്വൈതപ്രതീതി ഇത് ശരി തന്നെയാണ്. മേശയായിട്ടും പുസ്തകമായിട്ടും തന്നെയാണ് പ്രതീതി. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? ക്ഷുദ്ര വിസ്ഫുലിംഗ എന്ന് പറയുന്നുണ്ടെങ്കിലും പറയുന്നത് അതിലൊരു ഏകത്വമുണ്ട്. അതിനെ ഗ്രഹിക്കാനാണ്. ആ പ്രതീതിയിലെ തത്വത്തെ ഗ്രഹിക്കുക. അല്ല, പ്രതീതി മാറുന്നില്ല. അഗ്നിയിൽ നിന്ന് വിസ്ഫുലിംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അഗ്നി വേറെ, വിസ്ഫുലിംഗം വേറെ. ഈ പ്രതീതി മാറ്റം ഉണ്ടാക്കത്തില്ല. പക്ഷെ അതിലെ തത്വത്തെ ഗ്രഹിക്കും. രണ്ടിലും ഒരേ പ്രകാശമാണ്, രണ്ടിലും ഒരേ ഉഷ്ണമാണ്, രണ്ടും ഒരേ തത്വമാണ് എന്ന് ഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ഒരേ തത്വമാണ്. സ്വയം തന്നിൽ നോക്കിയാലും ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഒരേ തത്വമാണ്. പ്രപഞ്ചത്തിലായാലും ശബ്ദസ്പർശരൂപരസാദികളിൽ ഒരേ തത്വമാണ്, ഒരേ സത്താണ്. അതിനുള്ള യുക്തികളും മറ്റും പറയുന്നു. ആ ഒരേ തത്വം എന്ന് വെച്ചാൽ ഏക സ്വഭാവമാണ് എന്നുള്ള ബോധം. ഈ ബോധം ഈ നാനാത്വബോധത്തെ നിഷേധിക്കുന്ന ഒന്നാണ്. എങ്ങനെ നിഷേധിക്കുന്നു? നാനാത്വബോധത്തെ ഇല്ലാതാക്കുകയല്ല. നാനാത്വബോധം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. നാനാത്വം അനുഭവിക്കുന്നുണ്ടെങ്കിലും
അതല്ല പരമാർത്ഥം, മറിച്ച് ഏകത്വമാണ് പരമാർത്ഥം. അതാണ് നാനാത്വബോധത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ. ഈ ബോധത്തിൽ നാനാത്വബോധം അപ്രത്യക്ഷമാകുന്നു എന്നല്ല. എങ്ങനെ അപ്രത്യക്ഷമാകുന്നത്? ജാഗ്രതത്തിൽ ഈ നാനാത്വബോധത്തോടു കൂടിയിരിക്കുന്നു. സുഷുപ്തിയിൽ ഈ നാനാത്വബോധം അപ്രത്യക്ഷമായി അവിടെ ഇല്ല. അതുപോലെ ജാഗ്രതത്തിൽ ഇത് അപ്രത്യക്ഷമാകുന്നു എന്നല്ല. സുഷുപ്തിയിൽ അപ്രത്യക്ഷമായതുപോലെ നാനാത്വബോധം അപ്രത്യക്ഷമായിട്ട് അവിടെ വേറൊരു ബോധം വരിക. അങ്ങനെ നാനാത്വബോധത്തിൽ അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു. അതിന് പറയുന്നു എന്താണ്? സൈന്ധവ ഘനവത് പ്രജ്ഞപ്ത്യേക സ്വഭാവം ഏകരസ നൈരന്തര്യ അവധാരണ. അതാണ് പറയുന്നത്. സൈന്ധവ ഘനവത് സൈന്ധവം ഉപ്പ്, അതിന്റെ ഒരു ഉപ്പ് കല്ലെടുത്താലും ശരി, അത് ഉപ്പ് കല്ലൊരു കൂനയാക്കി വെച്ചാലും ശരി, അത് ഏത് ഭാഗത്തുനിന്ന് എടുത്ത് നോക്കിയാലും അതിന്റെ രസമൊന്നും അതനുഭവപ്പെടുന്ന ഒന്നായിട്ടാകാം, പലതായിട്ടാകാം, പല രൂപത്തിലാകാം. സൈന്ധവം അതിന്റെ ആകൃതി പലതായിരിക്കാം. അതുകൊണ്ട് തന്നെ പേര് പറയാം. ഇത് ഉരുണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് ഉരുണ്ട സൈന്ധവമാണ്, ഇത് നീണ്ടതാണ്, ഇത് പരന്നതാണ്, ഘനമുള്ളതാണ്. സൈന്ധവത്തിന്റെ പേര് മാറാം, ഉപ്പിന്റെ രൂപം മാറാം, ഒന്നായിരിക്കാം, പലതായിരിക്കാം. സൈന്ധവത്തെ കാണുന്ന ഒരുവന് ഈ പ്രതീതിയെ മാറ്റാൻ കഴിയത്തില്ല. ഭേദപ്രതീതി മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ അയാൾക്കൊന്നും മനസ്സിലാക്കുന്നു, ഇതെല്ലാം സൈന്ധവം തന്നെയാണ്. എന്തുകൊണ്ട്? ഇതിനെല്ലാം ഏകരസമാണ്. ഉപ്പെന്ന് പറയുന്ന ഒരു രസമാണ്. അപ്പോൾ മനസ്സിലാക്കാം ആ തത്വബോധം എങ്ങനെയാണ് ആ ഭേദപ്രതീതിയെ നിരാകരിക്കുന്നത്. ഭേദപ്രതീതി മാറിയതിനു ശേഷം അതിന്റെ സ്ഥാനത്ത് ഏകത്വബോധം വന്നിരിക്കുകയല്ല ചെയ്യുന്നു. ഈ ഭേദപ്രതീതിക്ക് മാറിപ്പോകാൻ ഇടമില്ല. കാരണം അത് നിൽക്കുന്ന ഈ ബോധത്തിലാണ്. എങ്ങോട്ട് പോകും? മാറുന്ന എവിടെ? ഈ ബോധം, ജാഗ്രത് ബോധം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം അസാധ്യമല്ല. അത് മാറണമെങ്കിൽ എവിടെ പോകണം? സുഷുപ്തിയിലേക്ക് പോകണം. കാരണം അവിടെ ഈ ബോധമില്ല. അപ്പൊ അതിന് മാറാനൊരിടമുണ്ട്. പിന്നെ അതില്ല, അപ്രത്യക്ഷമായി. ജാഗ്രത് ബോധത്തിൽ അങ്ങനെയാണ്. ഭേദബോധം നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കെ സൈന്ധവഘനത്തിന്റെ രസത്തെ ഗ്രഹിക്കുന്നവൻ, രസത്തെ ഗ്രഹിക്കുന്നവന് പറയുന്നില്ല ഏത് ആകൃതിയിലിരുന്നാലും എന്ത് പേരിലിരുന്നാലും ഇതിന്റെ തത്വം ഒന്ന് തന്നെ. അത് സംശയം ഉണ്ടാകും. ആ ഉപ്പിന്റെ കൂനയിൽ മേളിലുള്ളത്, താഴെയുള്ളത്, അടിയിലുള്ളത്, ഉള്ളിലുള്ളത്, ഏതിനെങ്കിലും കൂടി സംശയം ഉണ്ടാവും. ഇത് ഉപ്പാണോ? സംശയം ഉണ്ടാകുന്നില്ല. അതിന് കാരണം എന്താ? അതിന്റെ തത്വം ഒന്നാണ്, രസം ഒന്നാണ്. അവരിവിടെയും മനസ്സിലാക്കുന്ന എന്താണോ? ഇത് ഒരു സത്താണ്, അല്ലെങ്കിൽ ഇത് ഒരേ ഒരു സച്ചിദാനന്ദമാണ്. അതിലൂടെ പറയുന്നു പ്രജ്ഞപ്തി. ഇവിടെ അങ്ങനെ പറയുന്നു, സത്തെന്നോ അല്ലെങ്കിൽ ബോധമെന്നോ അങ്ങനെ പറയും. ഒരേ ഒരു ബോധത്തിലാണ് നാനാപ്രതീതി. ആ പ്രതീതികൾ എങ്ങനെയെല്ലാം മാറി മാറി വന്നാലും ആ ഓരോ പ്രതീതിയും, ഭിന്നങ്ങളായിരിക്കുന്ന ഓരോ പ്രതീതിയും അത് ബോധമാണ്. ശബ്ദമെന്നുള്ള പ്രതീതി, സ്പർശമെന്നുള്ള പ്രതീതി, രൂപപ്രതീതി, രസപ്രതീതി, ഗന്ധപ്രതീതി, ഉദാഹരണമായി പറഞ്ഞാൽ ഈ ഓരോ പ്രതീതിയും ബോധമാണ്. പ്രതീതി എന്നുള്ള നിലയ്ക്ക് വ്യത്യാസമില്ല. എല്ലാ ഉപ്പുകല്ലുകളും ഒരേ ഒരു രസമാണ്, ഉപ്പാണ്. പക്ഷെ അവിടെ പ്രതീതി വ്യത്യാസമില്ല. ചിലത് ഉരുണ്ടിരിക്കുന്നു, ചിലത് പരന്നിരിക്കുന്നു, നീണ്ടിരിക്കുന്നു. അതുപോലെ ഇവിടെയും നാനാത്വം അനുഭവപ്പെടുന്നു.
പക്ഷെ അതിന് തത്വം ഒന്നാണ്, പ്രജ്ഞപ്തി. അതാണ് തത്വഗ്രഹണം എന്ന് പറയുന്നത്. ആ തത്വഗ്രഹണത്തിന് ഈ ഭേദപ്രതീതിയെ നിരാകരിച്ചിട്ട് അതിന്റെ സ്ഥാനത്ത് ഉള്ള ഒരു പുതിയ ബോധം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. മറിച്ച് ആ തത്വബോധത്തിൽ ഭേദപ്രതീതി നിലനിൽക്കുന്നു. അതാ സംഭവിക്കുന്നു. ആണ് ഇതെല്ലാം സൈന്ധവരസമാണ്, ഉപ്പാണ് എന്നുള്ള ആ ബോധത്തിൽ തന്നെ നാനാ ഉപ്പ് പരലുകൾ, ആ ബോധത്തിൽ തന്നെ. അദ്വൈത ബോധത്തിന് ഭേദപ്രതീതിയെ നിരാകരിക്കാൻ കഴിയത്തില്ല. ഭേദപ്രതീതിയെ നിരാകരിക്കണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോവുക, അല്ലെങ്കിൽ സമാധിയിലേക്ക് പോവുക, മൂർച്ഛയിലേക്ക് പോവുക, അതൊക്കെ സാധ്യമാണ്. അതുകൊണ്ട് ഇവിടെ ഏകധാന ദ്രഷ്ടവ്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം ഭാഷകാരൻ പറയുകയാണ്. ഇത് സൈന്ധവ ഘനവത് പ്രജ്ഞപ്ത്യേകരസം നൈരന്തര്യ അവധാരണ. സർവത്ര ജ്ഞപ്തി ബോധം തന്നെയാണ്. അതിനെ ജ്ഞപ്തി എന്ന് പറയുന്നത് ആ നാനാത്വത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ബോധം എന്ന് പറഞ്ഞാൽ അത് പലതാണ്, മേശയാണ്, കസേരയാണ് എന്നുള്ള ഈ ബോധങ്ങൾ. എന്നാൽ ആ എല്ലാ ബോധത്തിലും കാണുന്ന പൊതു സ്വഭാവം, അതാണ് ജ്ഞപ്തി എന്ന് പറയുന്നത്. അപ്പൊ അതിനവിടെ പറയുന്നു നൈരന്തര്യ അവധാരണ. അശ്വിനി ചെയ്യുക സ്വപാകേജ പണ്ഡിത സമദർശന എന്നൊക്കെ പറയുന്നിടത്തതാണ്. അവിടെ ഭേദം അവിടെ നിലനിൽക്കുന്നു, ഭേദത്തെ മാറ്റാൻ കഴിയുന്നില്ല. അശ്വിനിയുണ്ട്, സ്വപാകനുണ്ട്, പണ്ഡിതനുണ്ട്, ബ്രാഹ്മണനുണ്ട്, പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. തത്വം ബോധം ഈ ഭേദത്തെ നിരാകരിക്കുന്നില്ല. പക്ഷെ അതിനുള്ള ഒരു നൈരന്തര്യമുണ്ട്. എന്തിന്റെ? സത്തയുടെ അല്ലെങ്കിൽ ജ്ഞപ്തിയുടെ, ബോധത്തിന്റെ ഒരു നൈരന്തര്യം. അതാണ് ഇവിടെ പറയുന്ന ഏകതത്വം, ഏകഥ ഏവ അനുദ്രഷ്ടവ്യം. ആ നൈരന്തര്യ ബോധം എങ്ങനെ വരണം പറയുന്നു? അവധാരണ രൂപത്തിൽ വരണം. അവധാരണ നിശ്ചയം, അത് നിശ്ചയ രൂപത്തിൽ വരുന്നു. അതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് തത്വം. ആ നൈരന്തര്യം, ജ്ഞപ്തിയുടെ നൈരന്തര്യം, ഏകരസം, ഏകസ്വഭാവം, അതാണ് ജ്ഞാനം. പക്ഷെ ആ ജ്ഞാനത്തിൽ എന്തു പറഞ്ഞ അവധാരണം, നിശ്ചയം വരിക എന്ന് പറയുന്നത് എന്താ? കാരണം ഇവിടെ ഭേദബുദ്ധിയുണ്ട്. ഈ തത്വത്തെ ഗ്രഹിക്കുന്നത് തന്നെ എവിടെ? ഭേദത്തിലാണ് തത്വത്തെ ഗ്രഹിക്കുന്നത്. ഭേദബുദ്ധി നിലനിൽക്കുന്നതുകൊണ്ടാണ് തത്വബോധത്തിന്റെ ആവശ്യം വന്നത്. ഇത് ആപേക്ഷികമാണ്. ഭേദബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ അവിടെ തത്വബോധത്തിന്റെ ആവശ്യം തോന്നും. ഉദാഹരണം സുഷുപ്തിയാണ്, അവിടെ ഭേദബുദ്ധിയില്ല, അതുകൊണ്ട് തന്നെ അവിടെ തത്വബോധത്തിന്റെ ആവശ്യമില്ല. ജാഗ്രത അങ്ങനെയല്ല. ജാഗ്രത ആരംഭിക്കുന്നത് തന്നെ ഈ ഭേദബുദ്ധിയോടുകൂടിയാണ്. ഭേദബുദ്ധി ഉള്ളിടത്ത് തത്വജ്ഞാനത്തിന്റെ ആവശ്യം. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ തത്വജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ലാത്തത്. ജാഗ്രതത്തിൽ ഭേദബുദ്ധി നിൽക്കുന്നതുകൊണ്ട് അവിടെ തത്വബോധത്തിന്റെ ആവശ്യം വരുന്നു. എന്ത്? ആ ഭേദത്തിന്റെ തത്വം. അപ്പോൾ അവനെ സംബന്ധിച്ച് ഭേദത്തിൽ തത്വം, തത്വത്തിൽ ഭേദം, ദോഷമില്ല. ഭേദബുദ്ധി തത്വത്തിലായതുകൊണ്ട് ആ ഭേദബുദ്ധി ദോഷം ചെയ്യുന്നില്ല. ഭേദബുദ്ധിയിലാണ് ആ തത്വം, അതുകൊണ്ട് അത് ദോഷം ചെയ്യുന്നില്ല. അത് ഇവിടെ പറഞ്ഞു അവധാരണം, അത് നിശ്ചയരൂപത്തിൽ. ആ നിശ്ചയം എന്ത് ചെയ്യുന്നു? അത് ഈ ഭേദത്തെ നിരാകരിക്കുന്നു.
ഭേദത്തെ നിരാകരിക്കുന്നതാണ് അനിശ്ചയം. അല്ലെങ്കിലോ അത് നിശ്ചയ രൂപത്തിലല്ലെങ്കിലോ അതിനൂടെ നിധിധ്യാസനം എന്ന് പറയുന്നു, അവധാരണ. അല്ലെങ്കിലോ ഈ ഭേദബുദ്ധി ആ തത്വബുദ്ധിയെ നിരാകരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ പരാതി പറയുന്നത്. കേട്ടു, അദ്വൈതമാണ് എന്ന് മനസ്സിലാക്കി, പക്ഷെ അത് ആ ബോധം ഉറയ്ക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭേദബുദ്ധി തന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാണോ എന്നുള്ളതാണോ? അങ്ങനെയും ആഗ്രഹിക്കും. ഈ ഭേദബുദ്ധിയെ വരാൻ പാടില്ല. എങ്ങനെ? ഇത് പുരുഷനാണ്, ഇത് സ്ത്രീയാണ് എന്നുള്ള ഈ ഭേദബോധം വരാനേ പാടില്ല. ഈ അദ്വൈത ബോധം വരുമ്പോൾ ഈ ഭേദബുദ്ധിയെ നിരാകരിക്കുന്ന ഒരു അദ്വൈത ബോധം അത് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ടും വരാതെ വരാം. അതെന്താണ്? നമ്മുടെ തത്വബോധത്തിലുള്ള ദൃഢതയില്ലാത്തതുകൊണ്ടാണ്. തത്വബോധത്തിൽ വന്ന വിപര്യം കൊണ്ടാണ് ആ പരാതി വരുന്നത്. അത് മുമ്പ് പറഞ്ഞല്ലോ, തത്വബോധത്തിന് വിപര്യവും വരാം. തത്വബോധം അല്ലാത്ത ഒന്നിനെ തത്വബോധമായി ധരിക്കുക. നമ്മളെന്താ ധരിച്ചത്? ആത്മബോധത്തിൽ സ്ത്രീ പുരുഷ ഭേദം പോകണം, ശീതോഷ്ണ ബോധം പോകണം. ഇതൊക്കെ പോയിട്ട് പിന്നെ മറ്റെന്തോ ഒരു ബോധം വരുന്നു. അതില്ല. അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവിടെ നിരാശപ്പെടും. കാരണം അവിടെ തത്വബോധത്തിൽ തനിക്ക് വിപര്യം വന്നിരിക്കുകയാണ്. തത്വബോധത്തിൽ താൻ ഭ്രാന്തനായിരിക്കുകയാണ്. അപ്പോൾ നിരാശപ്പെടാനേ കഴിയും. ഭ്രാന്തി ഒരിക്കലും ആശ്വാസത്തെ കൊടുക്കത്തില്ല. ഇവിടെ അങ്ങനെ ഒരു തത്വബോധത്തെ അല്ല പറയും. ഇവിടെ അവധാരണ രൂപത്തിലുള്ള തത്വബോധം. അവധാരണം ഇതാണ്. ഇത് ഏകരസമാണ്, ഏകസ്വഭാവമാണ് എന്നുള്ള ബോധം. അത് ഭേദപ്രതീതിയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് ഭേദത്തിലെ തത്വത്തെ, ഭേദത്തിന്റെ തത്വത്തെ വെളിപ്പെടുത്തുന്നു. സ്വനീലും സ്വപാകനും ബ്രാഹ്മണനും എല്ലാം ഉള്ള ആ ഒരു തത്വത്തെക്കുറിച്ചുള്ള ബോധം, ആ തത്വബോധം ഈ വാക്യത്തിൽ നിന്നും ഉണ്ടാകണം, ശ്രുതി വാക്യത്തിൽ നിന്നും ഉണ്ടാകണം. അത് ശ്രുതി ഏത് തരത്തിൽ പറഞ്ഞാലും ശരി, നാനാരൂപത്തിൽ ശ്രുതി പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ആ ശ്രോതാവിന് ഏകതരത്തിലുള്ള ബോധം ഉണ്ടാകണം. ആ ബോധം അവധാരണ രൂപത്തിൽ, നമ്മൾ പറയുന്നത് നൈരന്തര്യ അവധാരണ, അവധാരണ രൂപത്തിലാകുമ്പോൾ ഈ ഭേദപ്രതീതിയെ ബാധിക്കുന്നില്ല. അവിടെ തത്വബോധത്തിന് പ്രാബല്യം വരുന്നു. ഹിമാലയത്തിന്റെ മുമ്പിൽ നിന്ന് ആപ്തൻ പറയുന്നു ഇതാണ് ഹിമാലയം എന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് ഹിമാലയത്തെ സംബന്ധിച്ചൊരാശങ്കകളുമില്ല. ഉറപ്പ് വന്നു ഇത് തന്നെയാണ് ഹിമാലയം, നിശ്ചയാത്മകമായി ഞാൻ. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെ തന്നെയാണ്, ഉള്ളും പുറവും ഇല്ലാത്ത സ്വസ്വരൂപത്തെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ ശ്രോതാവിന് അക്കാര്യത്തിൽ ദൃഢമായ ബോധം വരുന്നു, അഭേദബുദ്ധി വരുന്നു. അതുകൊണ്ടെന്താ പ്രയോജനം? ആ ഭേദബുദ്ധി കൊണ്ട് ഉണ്ടായ ദോഷങ്ങളെല്ലാം അയാളിൽ നിന്ന് ഒഴിയുന്നു. അജ്ഞാന സംശയ വിപര്യങ്ങൾ, ഭയാദികൾ എല്ലാം അയാളിൽ നിന്ന് ഒഴിയുന്നു. ദ്വിതീയാത്മൈ ഭയം ഭൗതി എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം ഒഴിഞ്ഞു പോകുന്നു. ജനന മരണങ്ങളെക്കുറിച്ചുള്ള ഭയം ഒഴിയുന്നു. ഇതെല്ലാം ബോധത്തിന്റെ ഫലമാണ്. അങ്ങനെ ഒരു ബോധം ഒരുവന്റെ ഉണ്ടായാൽ, ശ്രുതിയിൽ നിന്നുണ്ടായാൽ, അതിന്റെ അനന്തരഫലമായി മറ്റു കാര്യങ്ങളെല്ലാം ഒരുവന്റെ അന്ധകരണത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്വൈതപ്രതീതി ഉള്ളപ്പോൾ ആ ദ്വൈതപ്രതീതിയുടെ ഭാഗമായി സുഖദുഃഖങ്ങൾ, ഭയം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദ്വൈതത്തിന്റെ ഭാഗമാണ്. അദ്വൈതബോധത്തിൽ എന്താണ്? അവിടെ അദ്വൈതം തന്റെ സ്വരൂപമാണെന്ന് അവൻ ധരിക്കുന്നുണ്ട്. അദ്വൈതബോധം തന്നെ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ഏകത്വബോധമല്ല,
അത് തന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. തന്നെ വിട്ടിട്ട് പിന്നെ പ്രപഞ്ചത്തിലൊരു ഏകത്വബോധം കൊണ്ട് കാര്യമൊന്നുമില്ല. അതാണ് സാധാരണ പറയുന്നത് സമദർശിത്വവും അദ്വൈതബോധവും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ സമദർശിത്വം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നേ ഉള്ളൂ. ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാഹ്യമായി ഏതൊക്കെയാണോ മനുഷ്യരുടെ ഭേദത്തിന് കാരണമായിരിക്കുന്നത്, സാധാരണ ഭേദമായിരിക്കുന്നത് സ്ത്രീ പുരുഷൻ ഈ ഭാവന ഭേദത്തിന് കാരണമാണ്. ജാതി, മതം, വർഗം, സമൂഹം, രാജ്യം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഭേദത്തിന് കാരണമാണ്. ഇതിലെല്ലാം സമത്വം കാണുക, ഏകത്വം കാണുക. ഇത് അദ്വൈതമല്ല. എന്തുകൊണ്ടല്ല? കാരണം ഇത് ദ്വൈതപ്രതീതിയാണ്. ഇവയിൽ സമത്വം സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ സമത്വം ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് തന്നിൽ നിന്നാണ്, ബാഹ്യമായിട്ടല്ല. തന്നിലാണ് ആ സമത്വത്തെ കണ്ടെത്തേണ്ടത്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. അപ്പൊ തന്നിൽ സർവഭൂതങ്ങളിലും ഇരിക്കുന്ന സമത്വമാണ് തന്നിലിരിക്കുന്നത്. സാക്ഷാത്കാരം എന്ന് പറയുന്നത് തന്നിൽ സംഭവിക്കണം. അത് തന്നോടാണ് ഏറ്റവും അടുത്തിരിക്കുന്ന തന്റെ സ്വരൂപമായിട്ടാണ് ഇരിക്കുന്ന ആ സമവസ്തു. ആ സമവസ്തു ആണ് സർവത്തിലും എന്നുള്ള ബോധം. അങ്ങനെ വന്നാലേ സമത്വം വരത്തുള്ളൂ. അല്ലാതെ ഈ ലോകത്ത് സമത്വം വരുത്താൻ ആര് ശ്രമിച്ചാലും നടക്കത്തില്ല. ലോകത്തെ സമീപീകരിക്കാൻ സാധ്യമല്ല ഒരിക്കലും. പിന്നെ ബാഹ്യമായ വിഷയങ്ങളിൽ ചില കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്താൻ പറ്റും. ഇപ്പോ അത്രയേ ഉള്ളൂ. ഒരാള് വിശക്കുന്നു, അയാൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് താത്കാലികമായ ദുഃഖം നിവൃത്തി വരുന്നു. എന്തെങ്കിലും ഒരു ഇല്ലായ്മയുടെ പേരിൽ അയാൾ കഷ്ടപ്പെടുമ്പോൾ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ ആ താത്കാലികമായ ദുഃഖ നിവൃത്തി വരും. ഇതല്ല ഇവിടെ തത്വബോധത്തിന്റെ വഴി. അത് ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് പറയുന്നത്. താത്കാലികമായ ദുഃഖ നിവൃത്തി കൊണ്ട് ദുഃഖ നിവൃത്തി സംഭവിക്കുന്നില്ല. അത് ബാഹ്യദൃഷ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്, തത്വദൃഷ്ടി ചെയ്യുന്ന കാര്യമല്ല. ലോകദൃഷ്ടിയിൽ അതിന് ധർമ്മമുണ്ട്, നീതിയുണ്ട്, ന്യായമുണ്ട്, ശരിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തത്വദൃഷ്ടിയിൽ വരുമ്പോൾ അത് വിശേഷിച്ചൊന്നുമില്ല. എന്തുകൊണ്ട്? അവന് ദുഃഖ നിവൃത്തി അവിടെ സംഭവിക്കുന്നില്ല. അത് തന്നെ വീണ്ടും അവൻ ദുഃഖിയായി തന്നെ ഇരിക്കുന്നു. ഒന്നിൽ അവൻ സുഖിയായെങ്കിൽ മറ്റൊന്നിൽ അവൻ ദുഃഖിയാകുന്നു. ആധ്യാത്മികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആ സമത്വ ബോധം കൊണ്ടാണ്. ആ ദുഃഖ നിവൃത്തി തന്നിൽ നിന്ന് തുടങ്ങും. തന്നിൽ ദുഃഖം നിവൃത്തമായി, ആ തന്നിൽ ദുഃഖം നിവൃത്തമായവന് പിന്നെ ഇവിടെ ദുഃഖമില്ല, ഒരിടത്തും ദുഃഖമില്ല. എന്തുകൊണ്ട്? തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലല്ലോ. തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലെങ്കിൽ തന്നിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെവിടെയാ ദുഃഖം? ലോകത്തിൽ ദുഃഖമില്ല. താൻ തന്നെയാണത്. തന്നിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചു. പിന്നെ അവിടെ ദുഃഖ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു മറുസൈഡ് പറയും. എന്താണ്? അപ്പോ ലോകത്തിന്റെ ദുഃഖമൊക്കെ തന്റെ ദുഃഖമായി കാണുന്നു എന്ന് പറയും. സാധാരണ പറയാറുണ്ട്, ലോകത്തിന്റെ ദുഃഖത്തെ തന്റെ ദുഃഖമായി കാണുന്നു. തന്റെ ദുഃഖത്തെ, തന്റെ ദുഃഖമെന്ന് ഉള്ളത് ആദ്യമേ തന്നെ പോയി. തന്റെ ദുഃഖം എന്ന് പറയുന്ന ഒന്നില്ല. പിന്നെ അങ്ങനെ ലോകത്തിന്റെ ദുഃഖത്തെ തന്റെ ദുഃഖമായി കാണാൻ പറ്റും? അങ്ങനെ കാണണമെങ്കിൽ തനിക്കൊരു ദുഃഖം വേണ്ടേ? തന്നില്ല ആ ദുഃഖം നിവൃത്തി സംഭവിച്ചവന് ആ തത്വദൃഷ്ടിയിൽ പിന്നെ ലോകത്തിന്റെ ദുഃഖമൊന്നുമില്ല. അവിടെ ഉണ്ടായിട്ട് വേണ്ടേ പിന്നെ തന്റെ ദുഃഖമായി കാണും. അതുകൊണ്ടാണ് തത്വജ്ഞൻ
ലോകത്തിൽ നിശ്ചിന്തനാകുന്നത്, ലോകവ്യവഹാരത്തിൽ അവൻ നിശ്ചിന്തനാകുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, അവന് കർമ്മ നിവൃത്തി സംഭവിക്കുന്നു എന്ന് പറയും. കാരണം ദുഃഖ നിവൃത്തി തന്റെ സ്വരൂപമാണ്, അത് തന്നെയാണ് സർവവും. അവിടെ പിന്നെ ലോകത്തിന്റെ ദുഃഖമില്ല, തന്റെ ദുഃഖമില്ല, അങ്ങനെ രണ്ട് ദുഃഖങ്ങളില്ല. പിന്നെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് മഹാത്മാക്കൾ അങ്ങനെ പറയാറുണ്ട്? അത് പറയുന്നത് വ്യാവഹാരിക ദൃഷ്ടി, ലോകദൃഷ്ടി. ലോകദൃഷ്ടിയിൽ വ്യവഹാരദൃഷ്ടി പറയുന്നതാണ്, തത്വദൃഷ്ടി പറയുന്നതാണ്. ലോകവ്യവഹാരത്തിന് എന്താണ് ന്യായം, നീതി, ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ ലോകവ്യവഹാരത്തിലുണ്ട്. അപ്പൊ അവയെ സാധൂകരിക്കുന്നതിന് വേണ്ടി അതാവശ്യമുണ്ടല്ലോ. തത്വദൃഷ്ടി വേറെ, ലോകവ്യവഹാരം വേറെ. നേരത്തെ പറഞ്ഞല്ലോ, ഭേദപ്രതീതി വേറെ, തത്വബോധം വേറെ. ഭേദപ്രതീതി അങ്ങനെ നിലനിൽക്കുമ്പോൾ ലോകവ്യവഹാരം നിൽക്കുന്നു. ആ ലോകവ്യവഹാരത്തിൽ എന്ത് വേണം? സത്യം, ധർമ്മം, നീതി, ദയ, കാരുണ്യം തുടങ്ങിയ സദ്ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അതിന്റെ സാധൂകരണത്തിന് വേണ്ടി പറയും ലോകത്തിന്റെ ദുഃഖം മഹാത്മാവ് തന്റെ ദുഃഖമായി കാണുന്നു. അത് പാരമാർത്ഥിക ദൃഷ്ടിയിലല്ല. പാരമാർത്ഥിക ദൃഷ്ടിയിൽ അവിടെ തത്വബോധത്തിൽ ദുഃഖ നിവൃത്തി സംഭവിച്ചിരിക്കുന്നു. രണ്ടിനെ രണ്ടായി കാണും. ഒന്ന്, അവിടെ താനില്ല, അന്യനില്ല, അതുകൊണ്ട് തന്റെ ദുഃഖം അന്യന്റെ ദുഃഖം അങ്ങനെ ഒന്നില്ല. അവിടെ നിത്യനിവൃത്തമാണ്. ആ പാരമാർത്ഥിക ദൃഷ്ടിയിലേ കൊണ്ടു ഒരു തത്വജ്ഞാനിക്ക് കൃതകൃത്യത. വ്യാവഹാരിക ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ കൃതകൃത്യതയില്ല. എന്തുകൊണ്ട്? അവിടെ ഇപ്പോൾ കർത്തവ്യ ബോധം വരും, ദുഃഖ നിവൃത്തി എന്ന് പറയുന്ന കർത്തവ്യബോധം വരും. കർത്തവ്യബോധം വരുമ്പോൾ കർമ്മം വരും, കർമ്മം വരുമ്പോൾ ദ്വന്ദ്വാനുഭവം വരും, ദ്വന്ദ്വാനുഭവം വരുമ്പോൾ സുഖദുഃഖങ്ങൾ വരും. പിന്നെ അത് വ്യവഹാര വഴിക്കത് പോകും. അതിന് വിരതിയില്ല, അതിങ്ങനെ തുറന്നുകൊണ്ടേ. തത്വദൃഷ്ടിയിൽ അങ്ങനെയല്ല. അന്യനെ കാണുന്നില്ല. അന്യനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അഹംബുദ്ധിയോടുകൂടി കാണുകയും, അഹംബുദ്ധിയോടുകൂടി ഇരിക്കുന്ന അന്യനെ താനായി കാണുകയാണോ? അല്ല. അവിടെ അഹംബുദ്ധിയെ നിഷേധിക്കുന്നു, ദ്വൈതത്തെ നിഷേധിക്കുന്നു. സമദർശിത്വം, സമം എന്ന് പറയുന്ന തത്വമാണ്. ആ തത്വത്തെ കാണുന്നു സർവത്ര. ആ തത്വം ദുഃഖസ്പർശിയല്ല. അതാണ് പാരമാർത്ഥിക ദൃഷ്ടി. അവിടെ പിന്നെ ദുഃഖ നിവൃത്തിക്കുള്ള യത്നത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഭേദപ്രതീതി തുടരുന്നു. ഇപ്പോൾ ഒരാൾ അവിടെ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ തത്വത്തിന് പ്രാധാന്യം കൊടുക്കുമോ അതോ തത്വമല്ലാത്തതിന് പ്രാധാന്യം കൊടുക്കും? തത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അവിടെ അയാൾ കൃതകൃത്യനായി. അതാണ് കൃതകൃത്യത എന്ന് ഭാഷകാരൻ പറയും. പിന്നെ അയാൾക്ക് കർത്തവ്യശേഷമില്ല, ചെയ്യേണ്ടതായൊന്നും അവസാനിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ ഒരാൾ ആ തത്വദൃഷ്ടിയിലാണ്, എന്നാൽ ഭേദപ്രതീതിയെ അംഗീകരിച്ചുകൊണ്ട് വ്യവഹാരത്തിൽ ഏർപ്പെട്ടാലും ശരി, അയാളുടെ തത്വബോധത്തെ അത് ദൃഢമാണെങ്കിൽ എന്ന് പ്രത്യേകം പറയും. ഇവിടെ പറയുന്ന രീതിയിൽ അവധാരണ രൂപത്തിലാണെങ്കിൽ ആ തത്വബോധത്തെ അത് ബാധിക്കുന്നില്ല. ആ ഭേദപ്രതീതി അത് ബാധിക്കുന്നില്ല. അയാൾക്ക് ആ തത്വബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് പറയും, ഉള്ളലയാതെ ഉള്ളഴിയാതെ എന്നൊക്കെ ചിലർ പറയും. എന്നുവെച്ചാൽ ഇത് ആന്തരികമായി തന്നെ ബാധിക്കാതെ അയാൾക്ക് വ്യവഹാരത്തിൽ നിൽക്കാൻ കഴിയും. അതിന് കൊടുക്കുന്നത്, ബലം കൊടുക്കുന്ന അയാളുടെ ആത്മബോധമാണ്. ആത്മതത്വം നിസ്സംഗമാണ്. അത് ഒരുവൻ സുഖിച്ചാലും ദുഃഖിച്ചാലും
ആസക്തനായാലും അനാസക്തനായാലും ശരി ആത്മതത്വത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. അത് സുഷുപ്തി പോലെ. അവിടെ താൻ പുരുഷനാണോ സ്ത്രീയാണോ ആസക്തനാണോ അനാസക്തനാണോ താൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. അത് ഏകരൂപത്തിൽ തന്നെ. അതാണ് സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്, സുഷുപ്തി സ്ഥാനം. അവിടെ ഇതൊന്നും ഒരു വിഷയമില്ല. അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദമൊന്നുമില്ല. പക്ഷെ ജാഗ്രതത്തിൽ വരുമ്പോൾ അവിടെ ജ്ഞാനി അജ്ഞാനി എന്നുള്ള ഭേദം വരുന്നു. ആ ഭേദം എന്താണോ ഏകഥ ഏവാനുഷ്ഠിക്കും. ആ ഭേദ ബോധമാണ് ആ ഭേദത്തെ ഉണ്ടാകുന്നത്. അത് അവധാരണ രൂപത്തിലുള്ള ബോധം. ആ ബോധം അതല്ലാതെ വേറൊന്നുമില്ല. ആ ബോധം അവിടെ തത്വജ്ഞാനം ജ്ഞാനി അത് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അപ്പോൾ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം തനിക്ക് തന്നെ ഉണ്ടാകും. അവിടെ തന്റെ സ്വരൂപം, അതിനെക്കുറിച്ചുള്ള ബോധം, താൻ, ആ ബോധമുള്ളവൻ, ഇങ്ങനെയൊക്കെയുള്ള പിരിവുകൾ ഉണ്ടെങ്കിലും എന്താണ് ആ ബോധം ദ്വൈതത്തെ ബാധിക്കുന്നു. എന്തുകൊണ്ട്? ആ ബോധത്തിന്റെ തത്വം അതൊന്നാണെന്ന് ഉള്ളതാണ് ആ ബോധം. അവിടെ ആ ബോധത്തിൽ അവൻ ഭേദത്തെ കാണുന്നില്ല. ഭേദം താൻ കണ്ടാലേ ഉള്ളൂ, ഇല്ലെങ്കിലില്ല. അപ്പോൾ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നിടത്തും എന്താണ് അവിടെയും അഭേദമാണ്. അവിടെയും അഭേദം എന്നുള്ള ബോധമാണ്. അതുകൊണ്ട് സ്വരൂപബോധത്തിൽ ഭേദമില്ല. അവന് വിഷയബോധം ഭേദരൂപത്തിൽ പ്രതീതമായാലും അവിടെ തത്വബോധത്തിൽ അവനെല്ലാം ഏകമായി ഗ്രഹിക്കുന്നു, അഭേദമായി ഗ്രഹിക്കുന്നു. അത് നിശ്ചയരൂപത്തിലാണ്. അതുകൊണ്ട് വ്യവഹാരഭേദം അതൊന്നും ഇതിനെ കീഴ്പ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഏകരൂപത്തിൽ കാണണം. അത് വിശദീകരിക്കുന്നു. യതിജ ബ്രഹ്മണ ചിത്രപടവൻ വൃക്ഷസമുദ്രാദിവൻ ച ഉത്പത്യാദി അനേകധർമ്മ വിചിത്രത വിജിഗ്രഹ ഇഷത്ത ഏകരസം സൈന്ധവഘനവത് അനന്തരം അബാഹ്യം ഇതി ന ഉപസംഹരിഷ്യേത് ഏകഥായവ അനുദ്രഷ്ടവ്യമിതി ച ന പ്രായോക്ഷ്യത യൈഹ നാനേവ പശ്യതി ഇത് നിന്ദാവചനം ച. ഇവിടെ ശ്രുതി പറയുന്നു ബ്രഹ്മണ തന്റെ സ്വരൂപം ഈ സ്വരൂപത്തിലാണല്ലോ ഈ നാനാത്വം അനുഭവപ്പെടുന്നത്. ബ്രഹ്മമല്ലേ ഉള്ളൂ പരമാർത്ഥം. ആ പരമാർത്ഥത്തല്ലേ ഈ നാനാത്വത്തെ അനുഭവപ്പെടുന്നത്. ഈ നാനാത്വം കാണുന്നത് ഈ കാണുന്ന രൂപത്തിൽ എന്തുകൊണ്ട് സത്യമായി കൂടാ? അതാണ് പറയുന്നത് ചിത്രപടവ. ഒരു ചിത്രം പോലെ ആ ചിത്രത്തിൽ എന്താണ് നാനാത്വമുണ്ട്. ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, നദിയുണ്ട്, പലതുമുണ്ട്. അപ്പൊ അങ്ങനെ പറയും. അല്ലെങ്കിൽ വേറെ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് തത്വം. അതിവിടെ പറയുന്നത് ഏകമാണ്, അഭേദമാണെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നതെല്ലാം ഈ ഭേദമാണ്. ഇത് ഒന്നാണ് പലതായിരിക്കുന്നതെങ്കിൽ അത് ഏകം എന്നുള്ള നിലയ്ക്ക് ആ ഒന്ന് സത്യം തന്നെ. അതുപോലെ പലതെന്നുള്ള നിലയ്ക്ക് ഇത് സത്യമായിരിക്കും, പലതായി സത്യമായിരിക്കും. പറയുന്നു ഭേദ സഹിഷ്ണു അഭേദം എന്ന് പറയും. ഭേദത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അഭേദത്തെ സ്വീകരിക്കുക.
ഭേദത്തെ കൂടി സത്യമായി സ്വീകരിച്ചുകൊണ്ട് അഭേദത്തെ സ്വീകരിക്കും. അങ്ങനെ ആയിക്കൂടെ എന്നുള്ളതാണ്. അത് സാധ്യമല്ല. ഇവിടെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ടാണ് സത്യത്തെ, അഭേദത്തെ. കാരണം എന്തുകൊണ്ടിത് പരസ്പര വിരുദ്ധമാണ്. നമുക്ക് സർപ്പത്തെ സത്യമെന്ന് പറയാം, പക്ഷെ അത് സർപ്പം എന്നുള്ള ആ രൂപത്തിലല്ല. ഇവിടെ ചോദിക്കുന്നത് സർപ്പത്തെ സർപ്പം എന്നുള്ള രൂപത്തിൽ എന്തുകൊണ്ട് സത്യമായി പറഞ്ഞുകൂടാ? അത് സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? അത് സ്വയം ബോധിക്കുന്നു ഇത് രജ്ജു തന്നെയാണ്. അതുകൊണ്ടാണ്, സ്വ അനുഭവം കൊണ്ടാണ് അത് സാധ്യമല്ല എന്ന് പറയുന്നത്. അല്ല കൃത്രിമമായി നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. എന്താണ്? ഓ ഇത് സർപ്പമല്ല, ഇത് രജ്ജുവാണ്. അങ്ങനെ ഒരു കൃത്രിമമായ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുകയല്ല. ആരാണോ സർപ്പത്തെ കാണുന്നത് അവന് സ്വയം ബോധ്യപ്പെടുകയാണ്. എന്താണത്? സർപ്പമല്ല. മരുമരിചി കാണുന്നത് ജലമല്ല. ഈ കാണുന്ന നീലനിറം ആകാശത്തിൻ്റെതല്ല. ഇത്തരത്തിൽ ഓരോ സ്ഥലത്തും അവന് സ്വയം ബോധ്യം വരുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു ബോധം അവനിൽ ദൃഢമാവുകയാണെങ്കിൽ തീർച്ചയായും അതിനു മുമ്പുണ്ടായിരുന്ന ബോധം അസത്യമെന്ന് പറയേണ്ടി വരും. ഇവ രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. പറയുന്നു 3 കാലത്തിലും ഇവിടെ അങ്ങനെ ഒരു സർപ്പം ഉണ്ടായിട്ടേയില്ല. അങ്ങനെ ഒരു ബോധം, നിശ്ചയാത്മകമായ ബോധം ഉണ്ടാകുന്നു. എത്ര തവണ സർപ്പഭ്രാന്തി ഉണ്ടായാലും ശരി, തുടർന്ന് ഈ നിശ്ചയാത്മകമായ ബോധത്തിൽ അയാൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഗുണമുണ്ട് ആ സർപ്പഭ്രാന്തി, അതുകൊണ്ടുണ്ടായ ഭയകമ്പാദികൾ, അതിൽ നിന്നെല്ലാം അയാൾ മുക്തനാകും. അവിടെ അയാൾ കൃതകൃത്യനാകുന്നു. അപ്പൊ സത്യബോധം ഒന്നുണ്ട്. അത് തത്വത്തിൽ ഭേദത്തെ നിരാകരിക്കുന്നതാണ്. പ്രതീതിയിൽ അത് നിലനിന്നാലും ശരി, പ്രതീതിയിൽ അവിടെ വെള്ളം ഓളം വിളിച്ചുകൊണ്ടിരുന്നാലും ശരി, അത് നിൽക്കാം, അതിനംഗീകരിക്കുന്നു. ഈ നാനാത്വം ഒരു പ്രതീതി എന്ന നിലയിൽ നിന്നുകൊള്ളട്ടെ. ചോദ്യം, അത് പ്രതീതിയായിട്ടാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്, തത്വമായിട്ടാണോ? തത്വമായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ട്? അവിടെ ജലമില്ലാത്തതുകൊണ്ട് തന്നെ. ആ ജലം ദാഹത്തെ ശമിപ്പിക്കുന്നില്ല. അത് സ്വാനുഭവമല്ല. ഇത് അവസാനിക്കുന്നത് സ്വാനുഭവത്തിലാണ്. അല്ലാതെ കൽപ്പനകളിലോ ഭാവനകളിലോ ഒന്നുമല്ല. സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മതി. അങ്ങനെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എന്താ അനുഭവം? അനുഭവം എന്ന് പറയുന്നതിനാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. താൻ എന്താണോ കാണുന്നത് അതിന്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. അതിലെന്താ പരമാർത്ഥമുള്ളത്? ആ ബോധം. അതിലെ പരമാർത്ഥം എന്താണ്? ഇത് രജ്ജുവാണ്, സർപ്പമല്ല. ഇത് പ്രകാശമാണ്, ജലമല്ല എന്നുള്ള ആ ബോധം. ആ ബോധത്തിൽ പിന്നെ ഇതിനെ എന്താണ്? ആ ചിത്രപടം, അതിന് ആ ഭേദം, അത് സത്യമാണോ? അല്ല. വൃക്ഷം, സമുദ്രം. വൃക്ഷം എന്താണ്? ഒരു വൃക്ഷം തന്നെ തൈത്തടിയായിരിക്കുന്നു, ശാഖയായിട്ടിരിക്കുന്നു, പൂവായിരിക്കുന്നു, കായായിരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് കാണുന്നത്. സമുദ്രം ജലമായിരിക്കുന്നു, തരംഗമായിരിക്കുന്നു. ഇത് അല്ലെങ്കിൽ ഒരു ചിത്രപടത്തിന് ഉള്ളിലുള്ള വൃക്ഷവും സമുദ്രവും അങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ബാഹ്യമായിട്ടെടുക്കാം. ചിത്രപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ അനുഭവപ്പെടുന്നത് എന്താണ്? വൃക്ഷവും സമുദ്രവും ഒക്കെ നാനാത്വ ഭേദമാണ്. അല്ല ബാഹ്യമായി നോക്കിയാലും സമുദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഭേദ തരംഗാദികൾ നാനാത്വമാണ്. പക്ഷേ അവിടെ വിവേകമൊന്നും വരുന്നു. സമുദ്ര ഉത്പത്തിയാദി അനേക ധർമ്മ വിചിത്രത. അവിടെ ഉത്പത്തിയാദി നാനാത്വം ധർമ്മങ്ങൾ അവിടെ കാണുന്നുണ്ട്. ലോകത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ കാണുന്നു. ക്ഷുദ്രമായ വിസ്ഫുലിംഗത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ കാണുന്നുണ്ട്. ഈ കാണുന്നതിനെ കൂടി സത്യമായി സ്വീകരിക്കുക. സത്യത്തിൽ കാണുന്നതെല്ലാം സത്യമാണ്.
അങ്ങനെ സ്വീകരിക്കും. പറയുന്നതല്ല. അവിടെ അതിലൊരു സത്യമുണ്ട്. ഈ നാനാത്വത്തിലൊരു സത്യമുണ്ട്. ആ സത്യം നാനാത്വ രൂപത്തിലല്ല, ഏകത്വ രൂപത്തിലാണ്. അത് പറയുന്നത് പ്രപഞ്ചത്തിൽ ശബ്ദം, സ്പർശം, രൂപം, രസം എന്നുള്ള നാനാത്വമുണ്ട്. പക്ഷെ അവിടെ ഒരു സത്ത, ആധാരമായ സത്ത, അതാണ് പരമാർത്ഥമായിരിക്കുന്നത്. അല്ലെങ്കിൽ ജ്ഞപ്തി, ഈ അനുഭവത്തിലുള്ള ജ്ഞപ്തി വന്ന് അത് പരമാർത്ഥമായിരിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നു അതാണ് ഏകം, അതാണ് അഭേദം. അത് അഭേദമായി എന്ന് കാണുന്നവന് ആ ഭേദത്തിൽ നിന്ന്, ആ ഏകത്വത്തിൽ നിന്ന് ഈ നാനാത്വത്തെ പിന്നെ വേർതിരിക്കാൻ കഴിയുന്നില്ല. ആ ജലത്തിൽ നിന്നവന് പിന്നെ നുരയും പതിയൊന്നും വേർതിരിക്കാൻ കഴിയുന്നില്ല. വൃക്ഷ എന്ന് പറയുന്നതിൽ നിന്നവന് കായും പൂവും ഒന്നും വേർതിരിക്കാൻ കഴിയത്തില്ല. ചിത്രപ്പടത്തിൽ നിന്നവന് ഈ കാണുന്ന നാനാരൂപങ്ങളെ വേർതിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവിടെ അവൻ ആ തത്വത്തെ കാണും, തത്വത്തിന്റെ പ്രതീതിയായി കാണുന്നു. അപ്പൊ നാമരൂപങ്ങളും മറ്റും, നാമരൂപങ്ങളെന്നുള്ള നിലയ്ക്കല്ല അത് സത്യമായിരിക്കുന്നത്, മറിച്ച് സത്ത് എന്നുള്ള നിലയ്ക്കാണ്. നാമരൂപങ്ങളെന്നുള്ള നിലയ്ക്ക് സത്യം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സത്യമാണ്. ശ്രുതിയുടെ ആവശ്യം വരുന്നില്ല. ശ്രുതി ബോധിപ്പിക്കുന്നത് എന്താണോ? ഈ അനേക ധർമ്മ വിചിത്രത, അതിനെ ബോധിപ്പിക്കുകയല്ല, നാനാത്വത്തെ ബോധിപ്പിക്കുകയല്ല. വിചിഗ്രാഹ ഇഷ്യത് അങ്ങനെ ബോധിപ്പിക്കുകയാണെങ്കിൽ ശ്രുതി എന്താണ്? ഏകരസം സൈന്ധവ ഖനവ അനന്തരം അബാഹ്യമിതി ന ഉപസമഹരിഷ്യേ. അങ്ങനെ ശ്രുതി അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരത്തില്ലായിരുന്നു. ഭേദസഹിഷ്ണുവായ ഒരഭേദം, ഭേദത്തെ കൂടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരഭേദം, അതല്ല. പക്ഷെ ശ്രുതി ബോധിപ്പിക്കുന്ന എങ്ങനെ? ഏകരസമായി, ഏക സ്വഭാവമായി, സൈന്ധവ ഘനവത് അനന്തരം അബാഹ്യം. ഉള്ളെന്നോ പുറമെന്നോ എന്നല്ല. ഉപ്പുകല്ലിന്റെ ഉള്ളിലാണോ ഉപ്പ്, അതേ പുറത്താണോ ഉപ്പ്? ഉപ്പ് കൂനയുടെ ഉള്ളിലാണോ ഉപ്പ്, പുറത്താണോ ഉപ്പ്? അങ്ങനെയില്ല. തന്റെ ഉള്ളിലാണോ സത്ത, അതേ പുറത്താണോ സത്ത? തന്റെ ഉള്ളിലാണോ ജ്ഞപ്തി, അതേ പുറത്താണോ സത്ത? താനാണോ ആത്മാവായിരിക്കുന്നത്, അതേ തന്റെ മുമ്പിലുള്ള വസ്തുക്കളാണ്. അങ്ങനെ ഒന്നില്ല. അത് ബാഹ്യാഭ്യന്തര ശൂന്യമായി ഏകരസത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഭേദത്തെ ബോധിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നൗപസിംഹരിഷ്യത് അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. ഏകഥ അനുദ്രഷ്ടവ്യം വിധിച്ച ന പ്രായോക്ഷ്യത, ഏകരൂപത്തിലാണ് ഇതിനെ കാണേണ്ടത് എന്ന് പ്രയോഗിക്കത്തില്ലായിരുന്നു. യൈഹ നാനൈവ പശ്യതി ഇത് നിന്ദാവചനം ചെന്ന പ്രായോക്ഷ്യത മൃത്യു സമൃദ്ധി മാപ്നോതി. ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ മൃത്യുവിലേക്ക് പോകുന്നു എന്നും പറയുന്നു. ശ്രുതി ബോധിപ്പിക്കുന്നത് ദ്വൈതത്തെ, ഭേദബുദ്ധിയെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ തത്വത്തെ ബോധിപ്പിക്കുകയല്ല, മറിച്ച് ഭേദബുദ്ധിയെ നിരാകരിച്ചുകൊണ്ട് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. സർപ്പത്തെ നിരാകരിച്ചുകൊണ്ട് രജ്ജു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്ദാ നിഷേധം, നേതി നേതി രണ്ടും മനസ്സിലാക്കണം. നേതി നേതി എന്നൊരിടത്ത് നിഷേധം പറയുന്നു, വേറിടത്ത് സർവം ഖണ്ഡിതം ബ്രഹ്മ എന്നും പറയുന്നു. അതിനെ സമന്വയിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഭേദത്തെ അംഗീകരിക്കുന്ന ഒരു അദ്വൈതത്തെയാണ്, ഭേദത്തെ നിരാകരിക്കുന്ന ഒരു അദ്വൈതത്തെയാണ്. എന്തുകൊണ്ട്? അദ്വൈതത്തിൽ ഭേദത്തിന് നിലയില്ല, പിന്നെ അതിനെ അംഗീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ തരത്തിൽ എന്താണ്? ആ അദ്വൈതം തന്നെയാണ് ഈ ഭേദരൂപത്തിൽ പ്രകാശിക്കുന്നത്. അങ്ങനെ പ്രകാശിക്കുമ്പോഴും ആ അദ്വൈതം അതിന്റെ സ്വരൂപത്തെ വിടുന്നില്ല, അച്യുതൻ ആയി തന്നെ ഇരിക്കുന്നു. അതിന് ച്യുതി സംഭവിച്ചിട്ടില്ല, ഭ്രംശം സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ പറയുന്ന അദ്വൈത ബോധം, ആത്മബോധം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ. ഇതിനൊക്കെ ഏകമായി കാണുന്നെന്ന് പറയുമ്പം
അയാളിൽ നിന്നും ഭേദവ്യവഹാരം അസ്തമിക്കും. അയാളിലുണ്ടായിരിക്കുന്ന ഈ വ്യാവഹാരികമായ ഭേദബുദ്ധി ഇല്ലാതാകും എന്നൊക്കെയുള്ള ധാരണ അത് അസംബന്ധമാണ്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടായി, ഒന്ന് പാരമാർത്ഥികം, മറ്റൊന്ന് വ്യാവഹാരികം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത് അങ്ങനെ ഒരു തത്വബോധം ഉണ്ടായാലും ഒരുവൻ, ആ തത്വബോധം ഉണ്ടാകുന്നവനും വ്യവഹാരം അതുപോലെ ചക്രഭ്രമണത്തെ പോലെ അതിന് ഒരു മാറ്റമുണ്ട്. ഈ ഭേദപ്രതീതിക്ക് മാറ്റമില്ലെന്ന്. മാറ്റം വന്ന എന്താണ്? അവൻ ആ ഭേദത്തിലെ തത്വത്തെ ഗ്രഹിച്ചു. തത്വത്തിൽ ഭേദം നിലനിൽക്കുന്നു, ഭേദത്തിൽ തത്വത്തെ കാണുന്നു. ആ ഏകത്വത്തിൽ ഈ നാനാത്വത്തെ എല്ലാം കാണുന്നു, ഈ നാനാത്വത്തിൽ ആ ഏകത്വത്തെ കാണുന്നു. രണ്ട് രീതിയിൽ. അതുകൊണ്ട് അപ്പോൾ അതെന്താണ്? നമ്മളാ തത്വത്തെ കുറിച്ച് തത്വത്തെ ശ്രവിക്കുന്നു, ശ്രുതിയിൽ നിന്ന് അത് ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉപദേശത്തിൽ നിന്ന് ഗ്രഹിക്കുന്നവന്റെ ഉള്ളിൽ ആ ബോധം വരും. ആ ബോധത്തിൽ പോരായ്മകൾ തോന്നുന്നു, പിന്നെ മനനം തുടരുന്നു, ശ്രവണം തുടരുന്നു, നിധ്യാസനം തുടരുന്നു. അങ്ങനെ ആ ബോധത്തിൽ അവൻ ദൃഢനാകുന്നു. അങ്ങനെ പറയുന്നു ആത്മനിഷ്ഠ, തത്വനിഷ്ഠ എന്നെല്ലാം പറയുന്നു. തസ്മാത് ഏകരൂപ ഏകത്വ പ്രത്യ ദാർഢ്യായ, വീണ്ടും പറയുന്നു ആ ദൃഢതയെക്കുറിച്ച്. ഏകരൂപ ഏകത്വ പ്രത്യം, ഏകത്വ ബോധം, ആ ബോധത്തിന്റെ ദൃഢത. ആത്മാവിന് ദൃഢതയുടെ ആവശ്യമൊന്നുമില്ല, പ്രപഞ്ചത്തിനും ദൃഢതയുടെ ആവശ്യമില്ല, കാരണം അത് നിലനിൽക്കുന്നതല്ല. പിന്നെ എവിടെയാ ദൃഢത വരേണ്ടത്? ഈ തത്വത്തെക്കുറിച്ചുള്ള ബോധത്തിൽ. ഏകരൂപ പ്രത്യേക ദാർഢ്യൈവ, അതാണ് മുഖ്യം. ഈ ചോദിക്കും, എന്തിനാ ഇത്രയും വലിയ ശാസ്ത്രങ്ങൾ? തത്വമസി പറഞ്ഞാൽ പോലെ എന്തിനാ ഇത്രയും വലിയ, ഇത്രയും ദീർഘമായ സുദീർഘമായ വേദങ്ങൾ എന്തിനും, ഉപനിഷത്തുണ്ട്, ചർച്ചകളെന്തിനും? പ്രയോജനമുണ്ട്. അതിനെ ആത്മാർത്ഥമായി സമീപിക്കുന്നവർക്ക് ആ ദൃഢത സ്വയം അനുഭവപ്പെടാൻ കഴിയും. എങ്ങനെ? താൻ തുടങ്ങിയിടത്തല്ല ഇന്ന് നിൽക്കുന്നത്, അവിടെ നിന്ന് ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു, ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് എന്താണ്? തന്റെ ഈ ബോധത്തിലുള്ള നിശ്ചയമാണ്. അത് ആവശ്യമാണ്, ശ്രോതാവിന് ആ ബോധം ആവശ്യമാണ്. അതിന് സർവവേദാന്തേഷു ഉത്പത്തിസ്ഥിതി ലയാതി കൽപ്പന, ഇതിനാണ് പല കാര്യങ്ങളും പറയുന്നത്. ഉത്പത്തി സ്ഥിതി ലയങ്ങളെക്കുറിച്ച് പറയുന്നു, അഗ്നിദൃഷ്ടാന്തം പറയുന്നു, പല ഉദാഹരണങ്ങളിലൂടെ അതിനെ പറയുന്നു, സുഷുപ്തിയെക്കുറിച്ച് പറയുന്നു. എല്ലാത്തിൻ്റെയും താല്പര്യം ഒന്ന്, ഇതെല്ലാം ദൃഷ്ടാന്തമായിട്ടാണ്. ശ്രവണം, മനനം, നിധ്യാസനം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ സുഷുപ്തി പോലും ഒരു ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ട്? തന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ തന്നെയും ജാഗ്രതയിൽ വിചാരം ചെയ്യുന്നതിനൊരു ദൃഷ്ടാന്തമാണ്. കാരണം അതിന്റെ അവ്യവഹാര്യമായ രൂപത്തെ മനസ്സിലാക്കാൻ, അതിന്റെ സ്വയം പ്രകാശം എന്ന് പറയുന്ന രൂപത്തെ മനസ്സിലാക്കാൻ, അതിന്റെ ഭേദശൂന്യമായ അവസ്ഥയെ മനസ്സിലാക്കാൻ എല്ലാം ഒരു ദൃഷ്ടാന്തമായിട്ട് കൊണ്ട് ഭാഷകാരൻ പറയും മുക്തി ദൃഷ്ടാന്തഭൂതം. മുക്തിക്ക് ദൃഷ്ടാന്തഭൂതമായിരിക്കുന്നതാണ്, ദൃഷ്ടാന്തമായി വന്നിരിക്കുന്ന ഒന്നാണ് ഈ സുഷുപ്തി. അത് ഒരു തത്വത്തെ അവിടെ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ മറ്റു തത്വങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി രജ്ജുസർപ്പദൃഷ്ടാന്തവും മരുമരീചികാദൃഷ്ടാന്തവും അഗ്നിസ്ഫുലിംഗ ദൃഷ്ടാന്തവും ആകാശനീലിമ ദൃഷ്ടാന്തവും, അങ്ങനെ നൂറുകണക്കിന് ദൃഷ്ടാന്തം. സ്വർണം, മണ്ണ് എന്ന് വേണ്ട, ഇതെല്ലാം അതുപോലെ തത്വത്തെ ജാഗ്രതയിൽ മനനം ചെയ്ത് നിശ്ചയരൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഓരോ ദൃഷ്ടാന്തങ്ങളും ഓരോ പ്രക്രിയയ്ക്ക്, ഓരോ ചിന്താരീതിക്ക് വഴിവെക്കും.
ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഒരു തരത്തിലുള്ള ചിന്തയായിരിക്കും രജ്ജുസർപ്പ ദൃഷ്ടാന്തം. ഒരു പ്രക്രിയയാണ്. അവിടെ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ സർപ്പം മാഞ്ഞു പോകുന്നു. തത്വത്തിൽ സർപ്പമില്ല, സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല എന്ന് പറയുമ്പോൾ ഇനി മറ്റൊന്ന് പറയുന്നു, മരുമരീചിക. അവിടെ തത്വം ഗ്രഹിച്ചിട്ടും വെള്ളമുണ്ട്, വെള്ളത്തിന്റെ പ്രതീതിയുണ്ട്. അത് തത്വജ്ഞന്റെ ജാഗ്രതത്തിൽ പ്രപഞ്ചഭാനത്തിന് ഉദാഹരണമായി പറയുന്നു. അല്ലെങ്കിൽ ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ ചക്രഭ്രമണം പോലെ പ്രാരബ്ധം അനുവർത്തിക്കുന്നതിന് അതതിന്റെ പ്രത്യേകത. അങ്ങനെ പല പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് പല ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ? ഏകത്വപ്പെടുത്തിയ ദാർഢ്യായ. അതുകൊണ്ടാണ് ഒരിടത്ത് നിർത്താതെ വീണ്ടും 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 ഇത് പോകുന്നത്. ശ്രോതാവിന് ആ ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, അത് ഉറയ്ക്കുന്നതിന് വേണ്ടി, തത് പ്രത്യേകരണമായ, അല്ലാതെ മറിച്ച് ഇതെല്ലാം എങ്ങനെയാണോ കേട്ടത് അതുപോലെ ഗ്രഹിക്കാൻ വേണ്ടിയല്ല. ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥത്തെ ഗ്രഹിക്കുക. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനെല്ലാം സർവ്വകാരണമായി നിൽക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഭിന്നമായി ഉത്പത്തിനാശങ്ങളോടുകൂടിയ ഒരു ജഗത്തുണ്ടായി, ജഗത്ത് കാര്യമാണ്, ബ്രഹ്മം കാരണമാണ്. ഈ രീതിയിൽ സ്ഥൂലമായി ഗ്രഹിക്കുകയല്ല എന്റെ ഉദ്ദേശം. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു കാരണത്തെ സ്വീകരിക്കുന്നു, അതിൽ നിന്ന് വേറിട്ടൊരു കാര്യത്തെ സ്വീകരിക്കുന്നു, ദ്വൈതമായി. അവിടെ എല്ലാ തത്വത്തെ ഗ്രഹിക്കുക, അഭേദബുദ്ധിയാണ്. അത് ശരി, പ്രപഞ്ചത്തെ സംബന്ധിച്ചും മറ്റും അത് സ്വീകരിക്കാം. പക്ഷെ ജീവനെ സംബന്ധിച്ച് എങ്ങനെ സ്വീകരിക്കും? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിരവയസി പരമാത്മനോ അസംസാരണ സംസാരിക ദേശകൽപ്പന അന്യായ. ആ സർവാത്മകനായിരിക്കുന്ന ആ പരമേശ്വരന്റെ ഒരു ചെറിയ അംശമായി ജീവനെ കണക്കാക്കുന്നതിൽ എന്താ ദോഷം? എന്തുകൊണ്ട് അങ്ങനെ കണക്കാക്കേണ്ടി വരുന്നു? ഈ ഞാൻ എന്നെ അറിയുന്നത് സുഖിയും ദുഃഖിയുമായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് സ്വയം എന്നെ ആ പരമാത്മാവായി പറ്റില്ല, എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേണ്ടി വന്ന പരമാവധി ഇത്രയും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ഞാൻ അതിൻ്റെ ഒരു ചെറിയ അംശമാണ്. ചെറിയൊരു അംശമായതുകൊണ്ട് ഇതൊന്നും പരമാത്മാവിനെ ബാധിക്കുന്നില്ല. പരമാത്മാവിനെ ഇവിടെ ബാധിക്കാനാണ്. പരമാത്മാവ് ആനന്ദത്തിലിരിക്കുകയാണ്. നല്ല ആനന്ദത്തിലിരിക്കുമ്പോൾ, നല്ല ഗാഠമായ നിദ്രയിൽ സുഖമായി കിടക്കുമ്പോൾ ഒരു കൊതുകുത്തിയാലൊന്നും അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റിട്ട് പറയും, ഓഹ് എന്നിട്ട് ഭയങ്കര കൊതുകായിരുന്നു, ദേഹം മുഴുവൻ കടിച്ചപ്പോൾ പറഞ്ഞു ഇല്ല. അതുപോലെ ഈ പരമാത്മാവ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുമ്പോൾ അതിൻ്റെ ഒരറ്റത്തൊരു ജീവനിരുന്ന് സുഖവും ദുഃഖവും അനുഭവിച്ചു കഴിഞ്ഞാൽ പരമാത്മാവ് അതുകൊണ്ട് പറയും. പരമാത്മാവൊന്നും അറിയത്തില്ല, കൊതു കടിച്ചതുപോലെയുള്ളൂ, ശ്രദ്ധിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അവസാനം പറയല്ല, ഒരു ഉറുമ്പ് കടിച്ച വേദനയുള്ളൂ, വലിയ വേദനയല്ല, വകവയ്ക്കത്തില്ല. അങ്ങനെ കരുതുന്നതല്ലേ നല്ലത്, ഒരു ചെറിയ അംശം. അല്ലാതെ ഈ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ഞാൻ പൂർണ്ണമായും ആ പരമാത്മാവാണെന്ന് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, അദ്വൈതിയാണ് എന്നൊക്കെയല്ലേ വരത്തുള്ളൂ. എന്നു വെച്ചാൽ നിരവയസി പരമാത്മനോ അസംസാരം. ആ പരമാത്മാവ് നിരവയവനാണ്, അസംസാരിയാണ്, സംസാരി ഏകദേശകർ. അതുകൊണ്ട് അത് സംസാരി എന്ന് പറയുന്നത് ഒരു അംശമാണെന്ന് കൽപ്പിച്ചാലോ ന്യായ, അത് ശരിയല്ല. സ്വതോ അദേശത്വ പരമാത്മന. പരമാത്മാവിന് അങ്ങനെ അവയവങ്ങളോ അംശമോ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പരമാത്മാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വന്നാൽ നമുക്ക് കർത്താവെന്ന് വിളിക്കാം, പരമാത്മാവെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. കുറച്ച് അജ്ഞാനവും കുറച്ച് ജ്ഞാനവും കുറച്ച് ഗുണവും കുറച്ച് ദോഷവും ഒക്കെ ഉള്ള ഒരു കർത്താവ് പരമാത്മാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പരമാത്മാവിൽ അദേശത്വ
അവിടെ അംശവുമില്ല. പരമാത്മന. ഇനി അങ്ങനെ കൽപ്പിച്ചാലോ, അജ്ഞനായ കർത്താവിനെ കൽപ്പിക്കുന്ന പോലെ കൽപ്പിച്ചാലോ, വീണ്ടും വിചാരമില്ലാത്ത കർത്താവ്, ഭൂതവും ഭാവിയും ഒന്നും അറിയാൻ വയ്യാത്ത കർത്താവ്, അങ്ങനെ ഒരു പരമാത്മാവിനെ കൽപ്പിച്ചാലോ, അദേശസ്യ പരസ്യ ഏകദേശ സംസാരിത കൽപ്പനായാം പര ഏവ സംസാരീതി കൽപ്പിതം ഭവേത്. പിന്നെ ഈ കൽപ്പിക്കുന്ന നീയും ആ പരമാത്മാവും തമ്മിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ആ പരമാത്മാവും അജ്ഞനാവും, പരമാത്മാവ് സൃഷ്ടിച്ച സൃഷ്ടിയും അജ്ഞമാവും. രണ്ടും തമ്മിൽ അതൊക്കെ ഒരു ഊഹാപോഹങ്ങൾ, കൽപ്പനകൾ. അതൊന്നും തത്വമല്ല. ഈ ജീവൻ, അജ്ഞനായ ജീവന് തന്നെക്കുറിച്ച് പലതും കൽപ്പിക്കുന്നത് പോലെ ഈശ്വരനെന്ന് പറഞ്ഞ് പലതും കൽപ്പിക്കാം. അതവന്റെ അജ്ഞാന വിലാസമാണ്. അതിൽ യാതൊരു കഴമ്പുമില്ല, ഒരു തത്വമില്ല. ആദേശസ്യ പരസ്യ ഏകദേശ സംസാരിത്വ കൽപ്പനായ ദേശരഹിതനായ പരമാത്മാവിന്റെ ഒരംശമാണ് സംസാരി എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാലോ പരേവ സംസാരീതി കൽപ്പിക്കുന്നില്ല. ആ പരമാത്മാവ് തന്നെയാണ് സംസാരി എന്ന് പറയേണ്ടത്. പരമാത്മാവ് സംസാരിയല്ല, പരമാത്മാവ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനല്ല, പരമാത്മാവ് ജനന മരണങ്ങൾ അനുഭവിക്കുന്നവനല്ല, പരമാത്മാവ് അജ്ഞനല്ല, അഹന്തയുള്ളവനല്ല, ഇതൊന്നുമല്ല. അതാണ് തത്വം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ആ തത്വത്തെക്കുറിച്ചാണ്. തത്വം എന്ന് പറയുമ്പോൾ തത്വമല്ലാത്ത എല്ലാത്തിനെയും നിഷേധിച്ച് ശേഷിക്കുന്നതാണ് തത്വം. തത്വമില്ല അല്ലാത്തെന്തും നമുക്കറിയാം. അപ്പം അങ്ങനെ അറിഞ്ഞ് നിഷേധിക്കാൻ പറ്റുമെന്നുള്ള സർവത്തിനെയും നിഷേധിക്കും ശേഷിക്കുന്ന പരമാത്മാവ്. അപ്പോൾ അവിടെ അവയവ, അവയവി, സംസാരിത്വം തുടങ്ങിയ ഈ ധർമ്മങ്ങളെല്ലാം അവിടെ നിഷേധിക്കുന്നു. അങ്ങനെ പരമാത്മാവിനെ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അടുത്തെന്താണ്? സിദ്ധാന്തത്തിലേക്ക് തന്നെ വരുന്നു. അഥ പരോപാധികൃത ഏകദേശ പരസ്യ ഘടകരകാദ്യാകാശം തഥാ തത്ര വിവേകിനാം പരമാത്മേകദേശ പൃഥക് സംസാര സംവ്യവഹാര ഭാഗതി ബുദ്ധിരുപദ്ധ്യതേ അവിവേകിനാം വിവേകിനാം ച ഉപചരിത ബുദ്ധിർദൃഷ്ടേതി ചേതന അവിവേകിനാം മിഥ്യാബുദ്ധിത്വം വിവേകിനാം ച സംവ്യവഹാര മാത്ര ആലംബനാർത്ഥത്വ. പിന്നെ എങ്ങനെ ഈ ഭേദം വന്നു? ഈശ്വരൻ, പരൻ, ഞാൻ, ഈ ഭേദം എങ്ങനെ വന്നു? നിങ്ങൾ പറയുന്ന അദ്വൈത തത്വമനുസരിച്ച് ഇങ്ങനെയൊരു ഭേദം വരാനേ പാടില്ല. ഒരേ ഒരു തത്വമേ ഉള്ളൂ. അത് തന്നെയാണ് പരനായിരിക്കുന്നത്, അത് തന്നെയാണ് താനായിരിക്കുന്നത്. ഈ തത്വം പറയുകയും അതേസമയം ഭേദം അനുഭവിക്കേണ്ടിയും വരുന്നു. അതെങ്ങനെ വരാം? പറയുന്നു. അത് നമുക്ക് പറയാം, ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു തത്വത്തെ ഒരാൾ തത്വമായി തന്നെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. തത്വത്തെ തത്വമല്ലാതെയും മനസ്സിലാവും. അത് ഈ ജീവന്റെ ഒരു സ്വഭാവമാണ്. താൻ തത്വമാണ്, പക്ഷെ തത്വമല്ലാതെ മനസ്സിലാക്കും. ഉദാഹരണം പറയുന്നു, ശുദ്ധമാണ് സ്ഫടികം. സ്ഫടികത്തിന്റെ അടുത്ത് ചെമ്പരത്തിപ്പൂ വെച്ചു. എന്നിട്ട് സ്ഫടികത്തെ നോക്കിയിട്ട് പറയുന്നു ലോഹിത സ്ഫടിക, സ്ഫടികം ചുവപ്പാണ്. ഇത് അനുഭവമാണ്. ചെമ്പരത്തിപ്പൂ അതിന്റെ മുമ്പ് വച്ചവന്റെ തന്നെ അനുഭവമാണ്. അവൻ പറയുന്നു ലോഹിത സ്ഫടിക, സ്ഫടികം രക്തവർണ്ണമാണ്. വാസ്തവത്തിൽ അത് സ്വച്ഛമാണ്. സ്വച്ഛമാണെന്ന് തനിക്കറിയാം. സ്വച്ഛമാണെന്ന് തനിക്കറിയാമെങ്കിലും ആ അനുഭവം അവിടെ വരുന്നു. അനുഭവം മാറും. ഇത് തത്വമാണ്, ഏകമാണ്, അദ്വൈതമാണെന്നുള്ള അറിവുണ്ടെങ്കിലും ഈ ഭേദപ്രതീതി മാറത്തില്ല. ഇതുണ്ടാകും. അവനറിയാം മുമ്പിലിരിക്കുന്ന ഈ ചെമ്പരത്തിപ്പൂവിന്റെ ചുവപ്പാണ് ആ സ്ഫടികത്തിൽ കാണുന്നത്. അത് ചുവപ്പല്ല. വ്യക്തമായ ബോധമുണ്ട്. എങ്കിലും ഈ അനുഭവം മാറുന്നില്ല. ഇത് അനുഭവത്തിന്റെ ഒരു വശം. ഇതാണ് ഭാഷ്യകാരൻ പറയുന്നത് ചക്രഭ്രമണവത്. മനസ്സിലാക്കി തത്വത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഇതെല്ലാം പോകണം
പിന്നെ ആ തത്വം മാത്രം ഇങ്ങനെ അനുഭവത്തിൽ നിൽക്കണം, നടക്കുന്ന കാര്യമാണ്. അനുഭവത്തിൽ ശരീരം ഉള്ളിടത്തോളം കാലം നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിൽ ആ തത്വത്തിന് നിൽക്കാൻ ഒക്കത്തില്ല. അപ്പോൾ പലയിടത്തും തത്വജ്ഞാനികളുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ തത്വജ്ഞാനി ഇതെല്ലാം ഒന്നായി കാണുന്നു, ഏകമായി കാണുന്നു, അഭേദമായി കാണുന്നു, എല്ലാം പറയുന്നിടത്ത് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു. അതുപോലൊരു തത്വജ്ഞാനം എനിക്ക് എന്തുകൊണ്ടുണ്ടാകുന്നില്ല? എന്നുവെച്ചാൽ ആ സ്ഫടികത്തിന് മുമ്പിൽ ചെമ്പരത്തി പോയിരിക്കുമ്പോൾ സ്ഫടികത്തെ എന്തുകൊണ്ട് വെള്ളയായി കാണുന്നില്ല എന്നാണ്. അങ്ങനെ കാണേണ്ടതല്ലേ? അതല്ലേ തത്വജ്ഞാനം? അതല്ല തത്വജ്ഞാനം. തത്വജ്ഞാനം ഇത്രയേ ഉള്ളൂ. എന്താണ്? ആ സ്ഫടികം സ്വച്ഛമാണെന്നറിയുക, ചുവപ്പ് ഉപാധികൃതമാണെന്നറിയുക, അടുത്ത് ചെമ്പരത്തിപ്പൂ ഇരിപ്പുണ്ട്. ഇതാണ് തത്വജ്ഞാനം. അല്ലാതെ ആ ചുവപ്പിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് സ്ഫടികത്തെ സ്വച്ഛമാക്കുക എന്നുള്ളതല്ല. അത് എത്ര കാലം ആ ചെമ്പരത്തിപ്പൂ അവിടെ ഉണ്ടോ അത്രയും കാലം ചുവപ്പായിട്ട് തന്നെ അനുഭവപ്പെടുന്ന സ്ഫടികം അത് സ്വച്ഛമാണ്. എത്രയും കാലം ഈ ഉപാധികൾ ഇവിടെ ഉണ്ടോ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം, എന്തിന് ബാഹ്യമായ പ്രപഞ്ചം, ഇതെല്ലാം എത്ര കാലമുണ്ടോ അതുപോലെ ഭാഷ്യകാരൻ പറയുന്ന പോലെ ചക്രഭ്രമവത് പ്രപഞ്ചപ്രതീതി ഇങ്ങനെ തന്നെ നിൽക്കും. ഈ പ്രതീതിയിൽ ഒരു അദ്വൈതവും സംഭവിക്കത്തില്ല. പ്രതീതി ദ്വൈതമായിട്ട് തന്നെ നിലനിൽക്കും. ഈ പ്രതീതിയെ മാറ്റുന്ന ഒരു അദ്വൈത ബോധം ആർക്കും ഉണ്ടാകത്തില്ല. അദ്വൈത ബോധത്തിന് ഇതിനെ മാറ്റാനും കഴിയത്തില്ല. തത്വബോധം എന്താണിത്? സ്വച്ഛമായ സ്ഫടികം എന്നുള്ള ബോധം ഒരിക്കലും അതിനെ മാറ്റുന്നില്ല. പിന്നെ ഈ ദ്വൈത പ്രപഞ്ചത്തെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് അസഹ്യമായി തോന്നുന്നു. രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇതിനെല്ലാം വിട്ടിട്ട് സംപ്രസാദനായിരിക്കുക, സുഷുപ്തി, അല്ലെങ്കിൽ അഭ്യാസം ചെയ്യുക. ഈ പ്രപഞ്ചപ്രതീതിക്ക് കാരണമായിരിക്കുന്ന ഈ ഉപാധിയെ, ഏറ്റവും സൂക്ഷ്മമായ ഉപാധി, അതിനെ തന്നെ നിരോധിക്കുക. ചെമ്പരത്തിപ്പൂവിനെ എടുത്തങ്ങ് മാറ്റുക, പ്രശ്നം തീർന്നു. അതുപോലെ ചിത്തവൃത്തിയെ നിരോധിക്കുക, പ്രശ്നം തീർന്നു. തൽക്കാലത്തേക്ക് ആത്യന്തികമായ പ്രതീതി ഉണ്ടാകാതിരിക്കാം. അവിടെയുണ്ട് ദാർഢ്യവും, സമാധിയുടെ ദാർഢ്യവും മറ്റും അനുസരിച്ചാണ്. കൊതുകടിച്ചറിയാതിരിക്കുന്ന സമാധിയുണ്ട്, കൊതുകടിച്ചറിയുന്ന സമാധിയുണ്ട്, രണ്ട് സമാധിയുണ്ട്. അവിടെയുണ്ട് ആവേശം. അതുകൊണ്ട് എന്താണ് ഇതിനെ ഉപാധികൃതം എന്ന് സ്വീകരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം, അതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ശിഷ്യ